നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി അനൂപ്. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം 23 പൂരുരുട്ടാതി നക്ഷത്രം. 2025 സെപ്റ്റംബർ 8 തിങ്കളാഴ്ച. രാഹുകാലം പരിശോധിച്ചാൽ രാവിലെ 7:48 മുതൽ 9:19 വരെ രാഹുകാലമാണ്. എന്തായാലും നമുക്ക് നിരവധി വാർത്തകളുള്ള ദിവസമാണ് ഇന്ന്. പുലികൾ ഇറങ്ങുന്ന ദിവസമാണ്. തൃശ്ശൂരിലേക്ക് തന്നെയാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. എന്തായാലും നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കി വരാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിൽ കേസെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. ഇന്ന് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൂക്കളം തീർക്കാൻ യുവമോർച്ച. സ്കൂളിൽ ദേശഭക്തി ഗാനത്തെ എതിർത്തവർ റോഡ് ഉദ്ഘാടനം ചെയ്തത് മതപ്രാർത്ഥന ചൊല്ലി. സംഭവം മലപ്പുറം തൃപ്പങ്ങോട് പഞ്ചായത്തിൽ സ്വലാത്ത് ചൊല്ലുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് SDPI CPM നേതാക്കൾ ഒരുമിച്ച്. ജനം ബ്രേക്കിംഗ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട്. ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹമാസിന് അവസാന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. ബന്ദികളുടെ മോചനം ഉടൻ നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ അനന്തരഫലം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. തൃശൂരിൽ കളറാക്കാൻ പുലികൾ ഇറങ്ങും. 9 സംഘങ്ങളായി ചുവടുവെക്കുന്നത് 459 പുലികൾ. പ്രത്യേക കവറേജുമായി ജനം TV. KCL കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്. ഫൈനലിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ പരാജയപ്പെടുത്തി വിനൂപ് മനോഹറിന് അർദ്ധ സെഞ്ചുറി. US ഓപ്പണിൽ കാർലോസ് അൽക്കാരസിന് ജയം. ഫൈനലിൽ യാനിക് സിന്നറിനെ തോൽപ്പിച്ചു. അൽക്കാരസിന്റെ 6ാം ഗ്രാൻഡ് സ്ലാം കിരീടം. എന്തായാലും പുത്തൻപുലരി ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്ക് തന്നെയാണ്. അവിടെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് തയ്യാറാണ്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശ്ശൂരിലെ പുലികളി ഇന്ന്. വിവിധ പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ ആരംഭിക്കും. 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികൾ ഇന്ന് വൈകിട്ടോടുകൂടി തൃശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തും. പുലികളി വിശേഷങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവൊപ്പം മിഥുൻ അയ്യപ്പൻ, അരുൺ ആലത്തൂർ എന്നിവരാണ് നമുക്കിപ്പം ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് സാനുവിലേക്കാണ്. സാനു, പുലികളി ആവേശത്തിലേക്കാണ് ഇനി തൃശ്ശൂർ നഗരം മാറാൻ പോകുന്നത്. അവിടെ പുലിമടകളിൽ പുലികൾ തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ? രാഖി, എന്തായാലും പുലിമടകളിൽ പുലികളെല്ലാം തയ്യാറെടുത്ത് തുടങ്ങി. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി ഇവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അതായത് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു തൃശ്ശൂരിലെ 9 പുലിമടകളിലും പുലികൾ. എന്തായാലും അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ ആ നിമിഷത്തിലേക്ക് അടുക്കും തോറും അവർ അതിനു വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മെയ്യെഴുത്ത് രാവിലെ തന്നെ ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് തൃശ്ശൂരിന് ഒരു ആവേശമാണ് പുലികളി. പൂരം ഒരു ആരവമാണെങ്കിൽ ആവേശമാണ്
പുലികളി. അപ്പോൾ പുലികളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ കലാകാരന്മാരെല്ലാം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടംകുളങ്ങര ദേശത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവർ ഈ പുലികളിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതിനുശേഷം അവരുടെ ഒരു കടന്നുവരവ്, അതായത് പുതുചരിത്രം സൃഷ്ടിക്കുമെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു 2ാം ഘട്ട കടന്നുവരവിനുള്ള കോപ്പ് കൂട്ടുന്ന അല്ലെ മാറ്റു കൂട്ടുന്ന അതിനു വേണ്ടിയിട്ടുള്ള ചമയങ്ങളൊക്കെ അവർ ദേഹത്തേക്ക് പൂശുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തിലാണ് തൃശ്ശൂർ. പുലികളിയുടെ ഒരു ആവേശത്തിലേക്ക്, ആരവത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ഓരോ ദേശത്തിനും അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ്. അതായത് ഓരോ വർഷവും ഈ പുലികളി അല്ലെങ്കിൽ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളി നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ വരാനിരിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്, അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകളിലാണ്. അല്ലെങ്കിൽ അതിന് എങ്ങനെ കുറച്ചുകൂടി, അതായത് ഈ വർഷം നടന്നതിനേക്കാൾ കുറച്ചുകൂടെ മാറ്റുകൂട്ടി അല്ലെ മാറ്റോടുകൂടി അല്ലെങ്കിൽ അതിനെ പകിട്ട് കൂട്ടിക്കൊണ്ട് എങ്ങനെ ഈ പുലികളിയിലേക്ക് അടുത്ത വർഷം ഇറങ്ങാം എന്നുള്ളതിൻ്റെ ചിന്തകളിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് വൈകിട്ട് 4:30 ഈ പുലികൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് വടക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്ക് എത്തും. അതിനുശേഷം വലിയൊരു അരമണിക്കിലേക്ക് കുടവയർ കുലുക്കി എത്തുന്ന പുലികളെ കാണാൻ 450-ലധികം പുലികളാണ് അരമണിക്കിലേക്ക് ചുവട് വെച്ച് ഈ പ്രദക്ഷിണ വഴികളിലൂടെ നീങ്ങുന്നതെങ്കിൽ ഈ പുലിപ്രേമികളെ കൊണ്ട് ഈ പ്രദക്ഷിണ വഴികൾ നിറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുലികളെല്ലാം അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇവരുടെ ഒരു ആവേശം എത്രത്തോളം ഉണ്ട്, എത്ര വർഷമായി ഇവരിത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പുലികളോട് തന്നെ ചോദിക്കാം. നമ്മളോടൊപ്പം ഒരു പുലി തന്നെ ചേരുകയാണ്. ചേട്ടാ, ഇത് എത്രാമത്തെ വർഷമാണ് നമ്മൾ ഈ 4 എങ്ങനെയുണ്ട് ആവേശം 8 വർഷത്തിന് ശേഷം? തൃശ്ശൂർക്കാരല്ല, തൃശ്ശൂർക്കാരുടെ ഇതാണല്ലോ, പൊളിക്കുമല്ലേ? പിന്നെ അല്ലാണ്ട് പൊളിച്ചാൽ മാത്രം പോലെ വിറപ്പിക്കും. പിന്നെ അത് പിന്നാലെ അങ്ങനെ അതാണ് പറയുന്നത്, പൊളിക്കും പിന്നീട് വിറപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലാണ് നമ്മളിപ്പോൾ. പുലികൾ ഒരുങ്ങുന്നതാണ് കണ്ടെങ്കിൽ ഇവിടെ ചില പുലികളൊക്കെ തയ്യാറെടുത്ത് അവരിങ്ങനെ തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കൂടെ വരുന്നുണ്ട്. അതായത് നല്ല അസൽ ഒരു പുലിയാണ് നമ്മൾ കാണുന്നത്. കേട്ടോ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ പുള്ളി നമ്മളെ പോലും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളി എത്ര നാളായി റൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി? 3 കൊല്ലം. എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ട് ആവേശമൊക്കെ? കുഴപ്പമൊന്നുമില്ല, സൂപ്പർ, അടിപൊളിയായിട്ട് നടക്കണം. ഭയങ്കര ഇഷ്ടമാണ് പുലികളി, ആവേശമാണ് പുലികളി. അതന്നെ. അപ്പം ഇത് ആദ്യം തന്നെ വന്ന് നമ്മൾ വേഷമൊക്കെ ഇട്ട് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ പുലിയായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി എല്ലാവരെയും നമ്മളിങ്ങനെ സുഖിപ്പിച്ച് ആനന്ദിച്ച് എല്ലാവരെയും സുഖിപ്പിച്ച് നടക്കണം. 3 വർഷമായെങ്കിലും പുള്ളി ഒരു സംഭവം തന്നെയാണ്. അതെ. ഇതിന് തൊട്ട് തന്നെ ഈ പുള്ളിയോട് ചേർന്ന് തന്നെ മറ്റൊരു പുലിയും കൂടെ ഉണ്ട്. അതും അതൊരു വരയൻ പുലിയാണെന്നാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പുള്ളി എന്ന് പറഞ്ഞപ്പോൾ അത് തിരുത്തി അത് വരയൻ പുലിയാണെന്ന് ആ പുലി തന്നെ നമ്മളെ ഓർപ്പിച്ച്. എത്രത്തോളം ഉണ്ട് ആവേശം? ഇത് 51ാമത്തെ വർഷം, ഒരു വർഷം പോലും ആവേശം കുറഞ്ഞിട്ടില്ല. 51ാമത്തെ പ്രാവശ്യം വേഷം. ഈ പുലിക്കൊരു പ്രത്യേകതയുണ്ട്. 51ാമത്തെ വർഷം വേഷമിട്ട് തൃശ്ശൂർ റൗണ്ടിലേക്ക് അല്ലെങ്കിൽ വടക്കുന്നാഥ പ്രദക്ഷിണ വഴിയിലേക്ക് ആളുകളെ എല്ലാം കാണാൻ വേണ്ടി വിറപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന പുലിയാണ്. അതെ, നമ്മൾ ചെറുപ്പം മുതലേ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഈ പുലിക്കളിയിൽ തന്നെ കുഴഞ്ഞു വീണ് മരിക്കണം എന്നാണ് ആഗ്രഹം. അത്രയും ഇതിലൂടെ ആവശ്യം കൊണ്ട് ലയിച്ചു പോയിക്കുക. നമ്മൾ തൃശ്ശൂർ അങ്ങാടിയിൽ പെറ്റു വളർന്നത്. അത് ചെറുപ്പത്തിലേ നമ്മുടെ ശരീരത്തിൽ ലയിച്ച് ചേർന്നു പുലിവേഷം. അതിപ്പോൾ ഏത് സ്റ്റേറ്റിലെ ജോലി ചെയ്യുന്നതിനെങ്കിൽ 4 ഓടി ഇവിടെ എത്തും ഈ കളിക്ക് വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ തൃശ്ശൂരുകാരൊരു സ്വകാര്യ അഹങ്കാര. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് നമ്മൾ ഈ വേഷം? 12 വയസ്സ് മുതൽ ചെളി വാരി തേച്ച് കളി തുടങ്ങിയത്. അന്നൊന്നും മത്സരമില്ല. അന്നത്തെ മത്സരം ഒലക്കേമ്മ കയറി എന്നുള്ള കളിയായിരുന്നു. ലോറി ടേബിളോ ഇവ പരിപാടിയൊന്നുമില്ല. 4 ആൾ ഒലക്കെ ചോന്ന് നിൽക്കും, 2 ഒലക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കളിക്കില്ലായിരുന്നു ആദ്യം. അതാണ് 12ാമത്തെ വയസ്സിൽ വേഷമിട്ട് തുടങ്ങി. അതിപ്പോൾ 51ാമത്തെ വയസ്സിലേക്ക് എത്തി നിൽക്കുന്നു. അത് 66 വയസ്സ് 51ാമത്തെ കൊല്ലം അല്ലേ? അപ്പോൾ ഇത്രയും വർഷം ഈ പുലി ഈ സ്വരാജ് റൗണ്ടിൽ അല്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയിലേക്ക് ഇറങ്ങിയെങ്കിൽ ആ പുലി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് താൻ കൊഴിഞ്ഞു വീണ് മരിക്കുന്നത് പോലും ഈ പുലികളിക്കിടയിലാവണം എന്നൊരു കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരത്തിനൊപ്പം ലയിച്ചു ചേരണം എന്നുകൂടി പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ പുലികളി മാറുകയാണ്, തൃശ്ശൂരിന്റെ ഒരു ആവേശമായി മാറുകയാണ്. തുടരുക. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് അല്പം വൈകാരികം കൂടിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ചേട്ടൻ പറഞ്ഞത് 51 വർഷമാകുന്നു ഈ പുലികളിക്കിടെ മരിക്കണം, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നൊക്കെ. എന്തായാലും നമുക്ക് മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകണം. മിഥുൻ കുറച്ച് പുലികൾക്കൊപ്പം തയ്യാറാണ് എന്ന് തോന്നുന്നു. മിഥുൻ, എങ്ങനെയുണ്ട് അവിടുത്തെ ആവേശം? പുലികൾ മടവിട്ടിറങ്ങാറായോ? പുലിമട ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന 2 പുലികളുടെ ഇടയിലാണ്. ഒരു കരിമ്പുലിയും ഒരു വെള്ള പുള്ളിപ്പുലിയും.
നമുക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യന്തോൾ ദേശമാണ്. അയ്യന്തോൾ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിക്കളിയുടെ തന്നെ ഏറ്റവും വലിയ കാരണവരെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചാത്തുണ്ണി ആശാൻ്റെ തട്ടകമാണ്, ചാത്തുണ്ണി ആശാൻ്റെ ദേശമാണ്. ചാത്തുണ്ണി ആശാൻ ഈ ദേശത്തിന് വേണ്ടിയാണ് കളത്തിലിറങ്ങിയിരുന്നത്, പുലിയെ കെട്ടി ആടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അയ്യന്തോൾ ദേശത്തെ പുലികളൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, കിടിലൊരു പുലിയാണല്ലോ, പുള്ളിപ്പുലി അല്ലേ? പിന്നല്ല, എത്ര വർഷമായി ചേട്ടാ ഈ പുലിക്കളി? ഞാൻ ചെറുപ്പം തൊട്ട് തുടങ്ങുന്നതാണ്. ഏകദേശം ഒരു 10-20 വർഷങ്ങളായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 20 വർഷത്തിന് ശേഷം പുലിക്കളിയുടെ പല മാറ്റങ്ങളും കണ്ടല്ലോ. ഓരോ വർഷം കൂടുമ്പോൾ ഇങ്ങനെ ആവേശം കൂടുന്നു. ആളുകൾ ടീമുകളൊക്കെ കുറഞ്ഞു വന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കൂടി. ഇപ്പോൾ ഇത്തവണ 9 കഴിഞ്ഞ തവണ 5-7 ആയിരുന്നു, ഇപ്പോൾ 9. എങ്ങനെ തോന്നുന്നു ഈ ഓരോ വർഷം? ഓരോ വർഷം കൂടുന്തോറും ഓരോരുത്തരിങ്ങനെ വരട്ടെ, എന്നാലല്ലേ നമ്മുടെ ഇത് നിലനിന്ന് പോകുള്ളൂ. ആവേശമല്ലേ, തൃശ്ശൂരിൻ്റെ അഹങ്കാരമാണ് പുലിക്കളി. ചേട്ടൻ ഈ അയ്യന്തോൾ ദേശത്തിന് വേണ്ടിയാണോ കെട്ടാറ്? അയ്യന്തോൾ ദേശത്തിന് വേണ്ടിയാണ്. ചേട്ടാ പറയൂ, ഇത് വലിയൊരു വയറൊക്കെ ആയിട്ടാണല്ലോ. അതെ അതെ. എത്ര നാളായി? ഞാൻ 10-15 വർഷമായി. അയ്യന്തോൾ ദേശത്തിന് വേണ്ടി. അയ്യന്തോൾ ദേശത്തിന് വേണ്ടി. ഈ അയ്യന്തോൾ ദേശം നമുക്കറിയാം വളരെ വലിയ സർപ്രൈസുകളും വലിയ പുലികളിൽ ഇത്തവണയും കപ്പടിക്കുന്നുണ്ട്. അതത്ര തന്നെ ഉള്ളൂ. പുലിക്കളിയുടെ അയ്യന്തോൾ ദേശത്തിൻ്റെ PR ആയിട്ടുള്ള കൃഷ്ണപ്രസാദേട്ടൻ ഇരിക്കുകയാണ്. കൃഷ്ണപ്രസാദേട്ടാ, എന്താണ് സർപ്രൈസ് എന്ന് ഞാൻ ചോദിക്കുന്നത്, സർപ്രൈസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ പുലികളിയിലെ ഏറ്റവും പുലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലൊന്നാണ് അയ്യന്തോൾ. കാരണം എല്ലാ വർഷവും അതിശക്തമായിട്ടുള്ള പുലിക്കളി പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ സർപ്രൈസുകളും വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഈ 4 ഓണ നാളിൽ എങ്ങനെയാണ് തൃശ്ശൂർക്കാർക്ക് ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുക? ആ പുലിക്കൊട്ടും ആ പുലിയുടെ അരമണിക്കിലുക്കൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു 4 ഓണം? ആ 4 ഓണത്തിനന്ന് അയ്യന്തോൾ ദേശത്ത് പുലികളിറങ്ങി. കൊറോണക്കാലത്തും പുലികളിറങ്ങിയ നാടാണ് അയ്യന്തോൾ ദേശം. അത് ഓൺലൈൻ പുലിക്കളിയായിരുന്നു. ഇത്തവണ എന്തൊക്കെയാണ് സർപ്രൈസ്, എങ്ങനെയാണ് തയ്യാറായിരിക്കുന്നത്? അയ്യന്തോൾ ദേശം എല്ലാ കൊല്ലം ചെയ്യുന്നത് പോലെ തന്നെ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന അയ്യന്തോൾ ദേശം ആദ്യം പെൺപുലിയെ ഇറക്കി, ട്രാൻസ്ജെൻഡർ പുലിയെ ഇറക്കി, അതുപോലെ തന്നെ പുലിത്തെയ്യം എന്ന് പറയുന്ന ഒരു കലാരൂപം ഇറക്കി, ഓൺലൈൻ പുലിക്കളി നടത്തി, അതുപോലെ PSC നേടിയ പുലിക്കുട്ടികളെ നമ്മൾ ഇറക്കി. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അയ്യന്തോൾ ദേശം ഇക്കുറിയും വന്നിരിക്കുന്നത്. ഇക്കുറി അയ്യന്തോൾ ജനസാഗരമായ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൂടെ നീന്തി തുടിക്കുന്ന പുലി മീനിനെയും കൊണ്ടാണ് അയ്യന്തോൾ ദേശം വരുന്നത്. അതുമാത്രമല്ല, അത് ഡാവിഞ്ചി സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മലയാളികളുടെ അഹങ്കാരം ഡാവിഞ്ചി സുരേഷാണ് ആ പുലിവണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ അച്ഛനും മകനും ഒരേപോലെ കളിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. അതുമാത്രമല്ല, സാമ്പ്രദായിക രീതിയിൽ ഒലയ്ക്കമേൽ നടക്കുന്ന പുലി, ഒലയ്ക്കമേൽ കളിക്കുന്ന പുലി, അത്തരം എല്ലാ വ്യത്യസ്തതകളും കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും അയ്യന്തോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന് അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇങ്ങനെ പോലീസ് കളി സംഘങ്ങൾ കുറയുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അതിനെല്ലാം തരണം ചെയ്ത് ഇത്തവണ ടീമുകളുടെ എണ്ണം കൂടുന്നു, വലിയ രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്രാവശ്യം പുലിക്കളിക്ക് 3 ലക്ഷം രൂപയാണ് തന്നിരിക്കുന്നത്. അതൊരു ചെറിയ തുകയല്ല. പുലിക്കളി എന്ന് പറയുന്ന ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വെറും 10 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ, ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ പോയാൽ ചാലക്കുടി, അല്ലെങ്കിൽ 30 കിലോമീറ്റർ പോയാൽ ചാലക്കുടി, ഗുരുവായൂർ, ഈ സ്ഥലങ്ങളിലൊന്നും പുലിക്കളിയില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഈ പറയുന്ന ഇട്ടാവട്ടത്ത് മാത്രം നടക്കുന്ന ഈ പുലിക്കളി ലോക ശ്രദ്ധയാകർഷിച്ച് ഇത്രയും വലിയൊരു കലാരൂപമാകുമ്പോൾ അതിന് കേന്ദ്ര സഹായം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്, അതിന് നന്ദി പറയേണ്ടത് തന്നെയാണ്. നമുക്ക് എന്തായാലും ആ 3 മണിയോട് കൂടിയാണല്ലേ ഇറങ്ങുന്നത്? എത്ര മണിക്ക് ഇറങ്ങുന്നത്? ഞങ്ങൾ കൃത്യം 4 മണിക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ അയ്യന്തോൾ കയറും. ഈ പുലികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക്? പുലികളെല്ലാവരും ഇവിടെ ഉണ്ട്. പുലികൾ ഓരോരുത്തരും അവരവരുടെ മടകൾ വിട്ടിറങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതാ ഒരു പുലി നമുക്കറിയാം. ചേട്ടാ, ഗംഭീരമായിട്ട് പാട്ട് പാടുന്നൊക്കെ കണ്ടു. പുലികളിലെ ഗായകനാണോ? പുലികളിലെ ഗായകനാണോ? പുലികളി എങ്ങനെ പാട്ടും പുലിക്കളിയും എങ്ങനെ അതൊക്കെ ഒരുമിച്ച് അലക്കും. എങ്ങനെയാ ഇപ്പോൾ ഇത്തവണത്തെ എങ്ങനെയാണ് പൊളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഒന്ന് മറ്റേ കഴിഞ്ഞ ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ വെള്ളത്തിൻ്റെ കാരണം പ്രശ്നമായ കാരണം കഴിഞ്ഞ മുമ്പിൽ തന്നെ സമ്മാനം അടിച്ചു. കണ്ടില്ലേ കപ്പ് കിട്ടണ? അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി അടിക്കാനുള്ള പ്ലാനാണ് ഞങ്ങൾ നോക്കണം. പൊളിക്കാനുള്ള പ്ലാനാ. എപ്പോൾ തുടങ്ങിയ പെയിൻറ്റിങ്? ഇത് 3 മണിക്ക് തുടങ്ങി, പുലർച്ച 3 മണിക്ക്, 1 മണിക്ക് വന്നു, 3 മണിക്ക് തുടങ്ങി പരിപാടി. ഇപ്പോൾ അത് ഇനി കഴിഞ്ഞിട്ടില്ല, പണികൾ കഴിഞ്ഞു വരണല്ലോ. പിന്നെ ഈ
നമുക്കൊന്ന് നടക്കാം. ഈ പുലിക്കളിക്ക് ഈ പ്രത്യേക കൊട്ടുണ്ട്, എങ്ങനെ മറ്റ് നമുക്കറിയാം കൊടയിൻ്റെ ഈ പ്രാവശ്യം കൊടയുണ്ട് എല്ലാവർക്കും അല്ല എല്ലാവർക്കും ഒരു പുതിയ മോഡൽ കൊട ഇത് ഈ ഫോട്ടോ വെച്ചിട്ട് എല്ലാ പുലികൾക്കും കൊട. പ്രൈസ് അല്ല, സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ്. പിന്നെ വേറൊരു സർപ്രൈസും കൂടെ അതാണ് ആള് പറഞ്ഞ ആള്. ചേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കണം എനിക്ക്. ഏത് പാട്ട? ഏതെങ്കിലും നാടൻ പാട്ടായിക്കോട്ടെ. ഏത് പാട്ടപ്പ ചോദിച്ചേ? ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. പുഞ്ചവരമ്പത്ത് പാമ്പുണ്ട് പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ടാ. പുഞ്ചവരമ്പത്ത് പാമ്പുണ്ട് പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ടാ. ഒരു കുപ്പി മണ്ണെണ്ണ കത്തിച്ചിരിമാറും മണ്ണാറ തള്ളക്ക് ഉറക്കമില്ല. ടാറിട്ട റോഡാണ്, റോഡിനരികാണ് വീടിനടയാളം സീമക്കൊന്ന. പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നുള്ളോട്ടോ. പുലി തന്നെയാണ് കേട്ടോ. ഈ വയർമ മാത്രല്ല, ഉള്ളില് വലിയൊരു പുലി ഉണ്ടല്ലേ. ഈ പാട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതെ 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 ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു കൊല്ലം അവിടെ പണിക്കുണ്ടായിരുന്നു. അങ്ങനെ മണിയായിട്ട് ഇത്ര അടുപ്പായിരുന്നു. ചെറുപ്പത്തിൽ ഇട്ടപ്പോഴല്ല അന്ന്. ചേട്ടൻ്റെ പേരെന്താ? ആൻഡു. അപ്പൊ ആൻഡു ചേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളും ഇതാ പുലി വര നടന്നുകൊണ്ടിരിക്കുക. ആൻഡു ചേട്ടാ കാണാട്ടോ. ഇതാ പുലിയുടെ വര നടക്കും. എന്തായാലും വലിയ ആവേശത്തിലാണ് നമ്മുടെ പുലികൾ. അവർ വൈകിട്ടോടുകൂടി മടവിട്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളും ഒക്കെയാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ്മാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ പോകാം. അവിടെ പുലികളിയിലേക്കുള്ള ആവേശത്തിലേക്ക് നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 9 പുലിമടകളിൽ നിന്നായി 450-ലേറെ പുലികൾ ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തും. നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടെ തയ്യാറാണ്. സാനു ഉണ്ട്, ഒപ്പം മിഥുൻ അയ്യപ്പനുണ്ട്. ആദ്യം സാനുവിലേക്ക് പോവുകയാണ്. സാനു, നേരത്തെ നമ്മൾ കണ്ടു 51 വർഷത്തിലേറെ ചരിത്രമുള്ള ഒരു പുലിയെ നമ്മൾ കണ്ടു. എന്തായാലും അദ്ദേഹത്തിന് നിരവധി പ്രേക്ഷകരാണ് ആശംസകൾ അറിയിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ഒരുക്കം? മെയ്യെഴുത്തൊക്കെ ആരംഭിച്ചു, അത് നമ്മൾ കണ്ടതാണ്. മിഥുനൊപ്പം നിരവധി കരിമ്പുലികളാണ് ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെയാണ്? രാഖി, എന്തായാലും കുട്ടംകുളങ്ങര ദേശത്തിന്റെ പുലികളൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ്. ഈ പുലികളെ പോലെ തന്നെ, പുലികളുടെ സൗന്ദര്യം പോലെ തന്നെ പുലികളുടെ ആ ഒരു സാധാരണ നിലയിൽ നമ്മൾ ഈ വയറൊക്കെ അനക്കി അല്ലെങ്കിൽ ഇളക്കി ഒക്കെ വരുന്ന പുലികളെ കാണുമ്പോഴത്തേന് അതിനുണ്ടാവുന്ന ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചന്തം, ആ ചന്തമൊക്കെ ഇണക്കുന്നത് ഇതുപോലുള്ള കലാകാരന്മാരാണ്. ഇവരാണ് ഈ പുലികളെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്ന, അല്ലെങ്കിൽ വരച്ച് നല്ല മിടുക്കന്മാരാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നല്ല ഒത്ത സൗന്ദര്യമുള്ള മെയ്വഴക്കമുള്ള പുലികളാക്കി മാറ്റുന്നത് ഇവരുടെ വരകൾ തന്നെയാണ്. ഇവിടെ ഒരു പെൺകുട്ടി ഒരു പുലിനെ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ്. കണ്ണൊക്കെ വരച്ച് കണ്ണിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങോട്ട് വര ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഈ വരയൊക്കെ? ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്? എന്താണ് ഇതിലേക്ക് പെട്ടെന്നൊരു കടന്നു വരവ്? എന്താണ്, പുലികളി പ്രേമിയാണോ? അങ്ങനെയല്ല, അവസരം വന്നപ്പോൾ വരയ്ക്കാൻ വന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതന്നെ, ഈ വരയ്ക്കണമെന്ന്, ഈ പുലികളെ ഇങ്ങനെ ഒരുക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലാരംഗത്തേക്ക് വരാൻ? ഞാൻ ഫൈനാൻസ് പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ ചെയ്യാൻ വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ പെൺപുലികളെയൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പുലിനെ അണിയിച്ചൊരുക്കുന്ന അല്ലെ വരച്ച് മിടുക്കന്മാരാക്കുന്ന കൂട്ടത്തിലൊരു പെൺതരീനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തിലാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ പുള്ളിപ്പുലികളുണ്ട്, കരിമ്പുലികളുണ്ട്, ചീറ്റപ്പുലികളുണ്ട്. ഇങ്ങനെ വിവിധ ഇനം പുലികൾ അല്ലെ വിവിധ തരത്തിലുള്ള പുലികളൊക്കെ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് അണിയറയിൽ. അതുമാത്രമല്ല, എല്ലാ ദേശങ്ങളും ഇപ്പോൾ അല്പം മുമ്പ് മിഥുൻ അയ്യപ്പൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സസ്പെൻസുകൾ തൃശ്ശൂർ പൂരത്തിനുള്ളതുപോലെ തന്നെ ഈ ഒരു പുലികളിക്കും സസ്പെൻസുകൾ ഒളിച്ചു വെക്കുന്ന ഒരു ഇതുണ്ട്. എന്തായാലും കുട്ടംകുളങ്ങര ദേശത്തിന്റെ പുലികളി കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. സസ്പെൻസുകൾ ഉണ്ടോ ഇത്തവണ?
സസ്പെൻസായിട്ട് ഉണ്ട്, നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. ആ നേരത്ത് നമുക്ക് നമ്മൾ ഇറങ്ങണ നേരത്ത് മാത്രമാണ് നമ്മളത് പുറത്ത് വിടുന്നുള്ളൂ. സസ്പെൻസിൽ പല ഭാഗത്തായിട്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 8 വർഷത്തിന് ശേഷമാണ് 8 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇറങ്ങണത്. 2016 നമ്മൾ ലാസ്റ്റായിട്ട് ഇറക്കിയത്. അത് കഴിഞ്ഞിപ്പോൾ 2025 പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ യുവാക്കളായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അവരൊരു ഇടവേളയ്ക്ക് ശേഷം ആണ് ഈ പുലികളിയിലേക്ക് പിന്നീട് മടങ്ങി വരുന്നത്. 8 വർഷത്തിന് ശേഷമാണ് അവർ ഈ പുലികളിയിലേക്ക് പിന്നെയും സജീവമാകുന്നത്. എന്തായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കുട്ടൻകുളങ്ങര ദേശത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് സമാനമായി തന്നെ മറ്റെല്ലാ പുലിമടകളിലും ഇതിന് സമാനമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മൾ കണ്ടൊരു പുലിയാണ്. 51 വർഷം അദ്ദേഹം ഈ പുലിമട വിട്ടിറങ്ങി ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്കൊക്കെ ഇറങ്ങിയ പുലിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും തയ്യാറെടുക്കുകയാണ്, എല്ലാ തരത്തിലും അണിഞ്ഞൊരുങ്ങുകയാണ്, എല്ലാ തരത്തിലുള്ള ആവേശത്തിലുമാണ് ഈ തൃശ്ശൂർ നഗരവും തൃശ്ശൂരിന് പുറത്തുള്ളവരും ഈ ഒരു പുലികളി പ്രേമികളെല്ലാം തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. രാഖി, എന്തായാലും അവർ തന്ത്രങ്ങളൊക്കെ മെനയുകയാണ്. തീർച്ചയായും ഇതൊരു മത്സരമാണ്, അതുകൊണ്ട് തന്നെ ചില സർപ്രൈസുകൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈകിട്ടോടു കൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സർപ്രൈസായിട്ട് തന്നെ നിൽക്കട്ടെ. നമുക്ക് പുലികളിയുടെ ആവേശത്തിലേക്ക് മടങ്ങിയെത്താം. ഇന്ന് തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ പുലികൾ ഇറങ്ങുന്ന ദിവസമാണ്. 9 പുലിമടകളിൽ നിന്നായി 450-ലേറെ പുലികൾ ആണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തുക. പുലികളിയുടെ ആവേശ തിമിർപ്പിലാണ് നാടും നഗരവും എല്ലാം തന്നെ. പുലികളിയുടെ വിശേഷങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവും നമുക്കിപ്പം ഉള്ളത് മിഥുൻ അയ്യപ്പനുമാണ്. മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ, ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇത് മത്സരമാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം എന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ടൊന്ന് അക്കാര്യം വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും 200 വർഷത്തിലധികം പഴക്കമുണ്ട് തൃശ്ശൂരിലെ പുലിക്കളി എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം നൂറ്റാണ്ടുകളായി ഇത് ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള ചരിത്രമൊക്കെ വളരെ പല രീതിയിലുള്ള ചരിത്രം പറയുന്നുണ്ട്. ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്, മറ്റ് ചില ചരിത്രങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്നത് ഇത് മത്സരമാണ്. 4-ാം ഓണനാളിലാണ് എല്ലാ വർഷവും പുലികളി നടത്തുക. ഈ 4-ാം ഓണനാളിൽ നടത്തുന്ന ഈ പുലികളിക്ക് മത്സരമായി തന്നെയാണ് നടത്തുന്നത്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്തവണ 9 പുലിക്കളി സംഘമാണല്ലോ ഉള്ളത്. ഈ 9 പുലിക്കളി സംഘങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ മെയ്യെഴുത്തെല്ലാം നടത്തി പൂർത്തിയാക്കിയതിന് ശേഷം അവർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തും. വടക്കുന്നാഥിൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിലേക്ക് എത്തി അവിടെ പുലിക്കളി, അവിടെ മുതലാണ് പുലിക്കളി ഇങ്ങനെ രൗദ്രഭാവത്തിലും അതിൻ്റെ എല്ലാ രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റിംഗ് നടക്കുന്നത് സ്വരാജ് റൗണ്ടിൽ വെച്ചാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിൽ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഇതെല്ലാം നടക്കുന്നത്. അതിന് പലതരത്തിലുള്ള മത്സര ഇനങ്ങളുണ്ട്. ഓവറോൾ ആയിട്ട് ഏറ്റവും നല്ല പുലിക്കളിക്ക് 1, 2, 3 സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതിന് സമ്മാന തുകയും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വസ്ത്ര അലങ്കാരത്തിന്, മേളത്തിന്, അച്ചടക്കത്തിന്, അതുപോലെ തന്നെ ഇവയ്ക്കൊപ്പം എല്ലാം ഉണ്ടാകുന്ന പ്ലോട്ടുകൾക്കെല്ലാം ഇത്തരത്തിൽ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അത്തരത്തിലാണ് അതിൻ്റെ സമ്മാനങ്ങളെല്ലാം നടക്കുന്നത്. ഈ സ്വരാജ് റൗണ്ടിലെ വിവിധ ഇടങ്ങളിലായി ജഡ്ജസുകൾ ഇരിക്കുകയും അവർ അതിനെ എല്ലാം വിലയിരുത്തുകയും എല്ലാം ചെയ്യും. അതിൻ്റെ ഒരു പ്രൈസ് തുക എന്ന് പറയുന്നത് ആദ്യ 3 സ്ഥാനങ്ങളിൽ കിട്ടുന്ന ദേശങ്ങൾക്ക് 1-ാം സമ്മാനമായി 62,500 രൂപയും 2-ാം സമ്മാനമായി 50,000 രൂപയും 3-ാം സമ്മാനമായി 43,750 രൂപയുമാണ് ഇത്തരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലെത്തുന്ന പുലിക്കളി സംഘങ്ങൾക്ക് നൽകുക. ഒപ്പം തന്നെ നിശ്ചല ദൃശ്യത്തിന് 50,000 രൂപ, 43,750 രൂപ, 37,500 രൂപ എന്നിങ്ങനെ യഥാക്രമം കിട്ടും. അതുപോലെ തന്നെ പുലിക്കളിക്കൊട്ട്, പുലിവേഷം, പുലിവണ്ടി എന്നിവയ്ക്കും 12,500, 9,375, 6,250 രൂപ വീതം സമ്മാനം കിട്ടുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ മികച്ച രീതിയിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് വരുന്ന ടീമിന് 10,000 രൂപ സമ്മാനമുണ്ട്. അതുപോലെ തന്നെ പുലി വരയ്ക്ക് സമ്മാനമുണ്ട്. ചമയ പ്രദർശനത്തിന് ഇത്തവണ സമ്മാനമുണ്ട്. അങ്ങനെ സമ്മാന തുകയൊക്കെ അത്തരത്തിലാണുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ സമ്മാന തുകയൊന്നുമല്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അതെ ഇവർക്ക് പുലിക്കളിക്ക് സമ്മാനം കിട്ടുന്നത് ഒരു വാശിയാണെങ്കിലും സമ്മാനത്തുക ഒരിക്കലും അതിനെ ബാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ചിലവാകുന്ന തുക കണ്ടു കഴിഞ്ഞാൽ ഈ സമ്മാനത്തുക വെറും തുച്ഛമാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു ആവേശമാണ്, ഒരു നാടിൻ്റെ സ്പന്ദനമാണ്. നമുക്കറിയാം ഓണക്കാലത്ത് പല നാടിനും അതിൻ്റേതായിട്ടുള്ള തനത് ദൃശ്യങ്ങളുണ്ട്, തനത് ശബ്ദങ്ങളുണ്ട്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി പ്രേക്ഷകരിലേക്ക് ആവേശപൂർവ്വം എത്തിച്ചത്. ആലപ്പുഴയ്ക്കും അതുപോലെ തന്നെ കോട്ടയത്തിനും ആ മേഖലയ്ക്കെല്ലാം ആ വള്ളംകളിയുടെ താളമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ
അതുപോലെ തന്നെ നാളെ ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളംകളി നടക്കാനിരിക്കുന്നു. ആ ആറന്മുളയ്ക്കും ആ പത്തനംതിട്ടയ്ക്കും തദ്ദേശ മേഖലയ്ക്കെല്ലാം ആ ഒരു വള്ളപ്പാട്ടിൻ്റെ, വഞ്ചിപ്പാട്ടിൻ്റെ, ആറന്മുള വഞ്ചിപ്പാട്ടിൻ്റെ എല്ലാം ഈണമാണുള്ളത്. തിരുവാതിരക്കളിയുടെ ഈണമുള്ള താളങ്ങളുള്ള നാടുണ്ട്. പക്ഷേ പുലിക്കളി എന്ന താളം എന്നുള്ളത് തൃശ്ശൂരിന് മാത്രമാണ്. കാരണം ഈ പുലിക്കളിക്കൊപ്പം കൊട്ടുന്ന കൊട്ടുണ്ട്, പുലിമേളം, പുലിക്കൊട്ട്. അത് തൃശ്ശൂരിൽ മാത്രമേ കൊട്ടാറുള്ളൂ എന്നുള്ളതാണ്. ഈ പുലികൾ ഇറങ്ങുന്ന ഇടങ്ങളിൽ മാത്രമേ കൊട്ടാറുള്ളൂ. അതിങ്ങനെ വർഷാവർഷവും ഈ പുലിക്കളിയിലുള്ള ഇങ്ങനെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുലി വേഷമെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം വർഷങ്ങളെടുത്ത് നവീകരിച്ച് വന്നതാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ വയറൻ പുലികൾ ഉണ്ടായിരുന്നില്ല, എലുമ്പൻ പുലികൾക്കായിരുന്നു. കാരണം ഏറ്റവും നല്ല കസർത്ത് കാണിക്കുന്ന ആ സ്വരാജ് റൗണ്ടിൽ കരണം മറിയുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ ആ മെയ്വഴക്കമുള്ള പുലികളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങനെ ഈ വരയ്ക്കാനും അതിൻ്റെ ഇത് കണ്ടില്ല, ഈ കുലുക്കം, ഈ ശ്വാസങ്ങളും ക്രമീകരിച്ച് ഈ വയറിലെ മസിൽസൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൃശ്യഭംഗി, അതിങ്ങനെ പുലികളൊക്കെ തന്നെ ഈ ഇളകുന്ന പോലെ, ശ്വാസം വിടുന്ന പോലെ, ഈ ഗർജിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണും എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം സാധ്യതകളെല്ലാം മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പുലിക്കളി സംഘങ്ങളും ഓരോ വർഷവും നവീകരിച്ച് പുറത്തിറങ്ങുന്നത്. അതാണ് ഇത്തവണയും കാണാൻ പോകുന്നത്. ഇത്തവണത്തെ സവിശേഷത നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടീമുകളുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് നേരത്തെ നമ്മുടെ ആൻഡോ ചേട്ടൻ, നമ്മൾ പാട്ടുപാടി ചേട്ടനാണ്. ഈ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രാഹുൽ. ചേട്ടാ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ കരുതി കുറേ വർഷങ്ങളായി പുലിക്കളിക്ക് വേണ്ടി തയ്യാറാക്കിയ വയറാണെന്നാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്നത്? പാലക്കാടൻ പുലി തൃശ്ശൂരിലേക്ക് എത്തിയാണ്. ഫോട്ടോ കണ്ട് വിളിച്ചതാണ്? ഫോട്ടോ കണ്ട് പരിചയത്തിൽ എന്നെ വിളിച്ചാ. ഈ വയറ് നമുക്കറിയാം, നീ കുടവയറ അതൊക്കെ വിളിച്ച് കളിയാക്കുന്നിടത്ത് ഇന്ന് ഈ വയറ് വേണ്ടി വന്നു. അത് വേണ്ടി വന്നു. എന്താ പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അദ്ദേഹം കളിയിലാണ് പുലി. അപ്പോൾ ഇത് കുറേ പുലികൾ ഇങ്ങനെ തയ്യാറായി റെസ്റ്റ് ചെയ്തിട്ട് നേരത്തെ നമ്മളിൽ എത്തിയാണ്. ചേട്ടാ എങ്ങനെയാണ്? കുറച്ചുകൂടി ഫിറ്റ് ആയിട്ടുള്ള പുലിയാണല്ലോ അല്ലേ? എങ്ങനെയാ? ജിമ്മൻ പുലിയാണ്. അങ്ങനെയാണ് ഇറങ്ങുന്നത്? അങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പുലി വയറുള്ളവർക്ക് ഡിമാൻഡ് ഉണ്ട്, എലുമ്പന്മാർക്ക് ഡിമാൻഡ് ഉണ്ട്, ഇപ്പോൾ ജിമ്മന്മാർക്കും ഡിമാൻഡ് ഉണ്ടല്ലേ? കളിക്കറിയണവർക്ക് ഡിമാൻഡ് ഉണ്ട്. ഇതിൽ പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയും കൂടി ഉണ്ടല്ലോ. അത് ഈ താളത്തിനനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ്. അതെ. ഈ എങ്ങനെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ പുലിക്കളി കളിക്കാൻ? നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നല്ലേ. പുലിക്കളി ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. അത് ജനിച്ചന്ന് മുതലേ ഈ കേട്ട് കേട്ട് അതിൻ്റെ ഒരു അതെ DNA-ലുണ്ട്, ആ ബ്ലഡിലുള്ളതാണ് പുലിക്കളി. തീർച്ചയായും എന്തായാലും അവരുടെ രക്തത്തിൽ ഉള്ളതാണ് പുലികളി ആവേശം എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരെ പിന്നീട് പുലികളിയിലേക്ക് എത്തിക്കുന്നത്. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി അവർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. മിഥുൻ അയ്യപ്പനും സാനു കെ സജീവുമാണ് തൃശ്ശൂരിൽ നിന്ന് പുലികളിയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മലപ്പുറം തിരൂർ ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തി ഗാനം പാടിയതിനെ എതിർത്തവർ അതേ പഞ്ചായത്തിൽ സർക്കാർ ചടങ്ങായ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇസ്ലാം ആചാരപ്രകാരം സ്വലാത്ത് ചൊല്ലി. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ SDPI CPM കൂട്ടുകെട്ട് തുറന്നു കാട്ടുന്നതായിരുന്നു ചടങ്ങ്. SDPI നേതാവ് കരീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin arrahmanirrahim maliki yawmiddin iyyaka shaytanir rajim bismillahirrahmanirrahim alhamdulillahi rabbil alamin arrahmanirrahim maliki yawmiddin iyyaka
നമുക്കിപ്പം ചേർന്നത്. ശിവദാസ്, ഇവർക്ക് ഈ റോഡ് ഉദ്ഘാടനം മതാചാര പ്രകാരം നടത്താം, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദേശഭക്തി ഗാനത്തോട് ഇവർക്ക് ഇത്ര എതിർപ്പ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇത് ഭാരതമാണ് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു ശിവദാസ്. തീർച്ചയായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഭാരതമാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് CPM മത മൗലികവാദ സംഘടനകളുടെ പിടിയിൽപ്പെട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനവും. അത് തെളിയിക്കുന്നത് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആലത്തിയൂരിൽ നടന്ന ഈ സംഭവവും. നമുക്കറിയാം, സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഇത്തരത്തിൽ സ്കൂളിലെ കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം പാടിയത്. പരമപവിത്രമിതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത്. അത് RSSന്റെ ഗണഗീതമാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അത് STPIയും അതോടൊപ്പം തന്നെ CPMുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇവർ ഒരുമിച്ചായിരുന്നു അന്ന് പ്രതിഷേധം നടത്തിയത്. അതായത് ഈ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഈ ഗാനം പാടിയതെങ്കിലും പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് പ്രിൻസിപ്പലിനെ ഉപരോധിച്ച് പ്രിൻസിപ്പലിൽ നിന്നും അവർ ലെറ്റർ എഴുതി വാങ്ങി. നടപടി എടുക്കും എന്നുള്ള ലെറ്റർ ആണ് അവർ എഴുതി വാങ്ങിയത്. ഇങ്ങനെ ദേശഭക്തി ഗാനം പാടിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഉന്നയിച്ചവർ തന്നെയാണ് ഇതേ പഞ്ചായത്തിൽ തന്നെ. അതായത് CPM ഭരിക്കുന്നതാണ് തൃപ്രങ്ങോട് പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള ഈ സംഭവം. ഇതേ പഞ്ചായത്തിലുള്ള ഒരു റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇത്തരത്തിൽ ഒരു മതാചാര ചടങ്ങാക്കി അവർ തന്നെ മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ദേശവിരുദ്ധത നിറയുകയും മറുഭാഗത്ത് ഈ ദേശത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് CPM ചെയ്യുന്നത്. കൃത്യമായി തന്നെ മതമൗലികവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ആ പ്രീണനം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് CPMന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഈ തൃപ്രങ്ങോട് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഈ പഞ്ചായത്തിലെ ഒരു റോഡിൻ്റെ ഉദ്ഘാടനമാണ് മതാചാര പ്രകാരം അവർ നടത്തിയിരിക്കുന്നത്. അതായത് അമ്പലപ്പടി നാളിശ്ശേരി റോഡിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണവും അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജ് പാലവും നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ഘാടനവുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചത്. ഇത് മതാചാര പ്രകാരമാണ് അവർ സംഘടിപ്പിച്ചത്. അതായത് ഒരു പള്ളിക്ക് സമീപത്തായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. ദിക്കറും സ്വലാത്തും ചൊല്ലിക്കൊണ്ടാണ്, അതായത് അവരുടെ പ്രാർത്ഥനയാണ് ആദ്യം ചൊല്ലിയത്. മതാചാര ചടങ്ങ് ചൊല്ലിക്കൊണ്ട് മതത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ റോഡിൻ്റെ ഉദ്ഘാടനം അവർ നിർവഹിച്ചത്. ഈ പള്ളി അതായത് സർക്കാർ പരിപാടി കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. സർക്കാർ പരിപാടി ഇത്തരത്തിൽ ഒരു മതാചാര ചടങ്ങാക്കി മാറ്റി പ്രാർത്ഥന ചൊല്ലി ദിക്കറും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂടെയുള്ള ആളുകളൊക്കെ തന്നെ അത് ചൊല്ലുന്നു. ഒരു പള്ളിക്ക് സമീപത്താണ് ഈ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളും ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശാലിനിയാണ്. ഈ വാർഡിലെ മെമ്പർ കൂടിയാണ് ശാലിനി. അവർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗതം പറഞ്ഞത് STPI നേതാവായ കരീം എന്ന വ്യക്തിയാണ് സ്വാഗതം പറഞ്ഞത്. ഈ സ്വാഗതത്തിൽ തന്നെ ഈ കരീം പറയുന്നുണ്ട്, എല്ലാവിധ സഹായങ്ങളും ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. CPMും മതമൗലികവാദ സംഘടനകളും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ കൃത്യമായ തെളിവ് കൂടിയായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങും. ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇവർ സംസാരിച്ച വാക്കുകളുമെല്ലാം തന്നെ ഇങ്ങനെ ഇതേ പഞ്ചായത്തിൽ തന്നെയാണ്. മറുഭാഗത്ത് ഈ ദേശസ്നേഹം വരുന്ന വരികൾ ഉള്ള ഒരു ഗാനം പാടിയതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം STPIയുടെയും CPMൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ്. CPMൻ്റെ ഒരു മൗലികവാദ സംഘടനകളോടുള്ള അനുഭാവം കൂടിയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദമൊക്കെ നമുക്കറിയാം. ഒരു ക്ഷേത്രത്തിൽ പൂക്കളം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു പൂക്കളം വരച്ചതിനെതിരെ കേസെടുത്ത പോലീസാണ്. അതായത് മതമൗലികവാദികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ പല ഉദാഹരണങ്ങളും നമുക്കിവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതിൻ്റെ കൃത്യമായ തെളിവ് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ ഈ തിരൂർ ആലത്തിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്ന ഈ ഉദ്ഘാടന ചടങ്ങ്, റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങും. രാഖി. ശരി ശിവദാസ, മലപ്പുറം തിരൂർ ആലത്തിയൂരിലാണ് KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തി ഗാനം പാടിയതിനെ എതിർത്തവർ അതേ പഞ്ചായത്തിൽ സർക്കാർ ചടങ്ങായ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇസ്ലാം ആചാരപ്രകാരം സ്വലാത്ത് ചൊല്ലിയാണ് ഇവർ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത് എന്നുള്ളതാണ് വിരോധാഭാസം. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ STPI CPM കൂട്ടുകെട്ട് തുറന്ന് കാട്ടുന്നതായിരുന്നു ഈ ചടങ്ങ്. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്നാലും നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ പോകാം. തൃശ്ശൂരിൽ പുലിമടകളിൽ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അവസാനവട്ട ഒരുക്കത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ അരുൺ ആലത്തൂർ തയ്യാറാണ്. അരുൺ, 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശം?
രാഖി, വലിയ ആവേശത്തിൽ തന്നെയാണ് പുലികളിയോടനുബന്ധിച്ചുള്ള മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് വിയ്യൂരിൻ്റെ പുലിമടയിലാണ്. വിയ്യൂരിൻ്റെ പുലിമടയിൽ ആ മെയ്യെഴുത്തിന് വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പുകൾ, മെയ്യെഴുത്ത് അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. ശരീരത്തിലെ രോമങ്ങളും മറ്റുമൊക്കെ വടിച്ചു മാറ്റി അതിനുശേഷം ഏറെ ശ്രമകരമായ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ ആ മെയ്യെഴുത്തിന് വേണ്ടി അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരു പുലി, ആ പുലിയുടെ ദേഹത്ത് മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് നേരത്തെ തുടങ്ങിയോ? 5:30 തുടങ്ങിയത്. 5:30 തുടങ്ങി. ഫസ്റ്റ് വേഷം ഇടുന്നത് ഞാനാണ്. ആദ്യം പെയിൻറ്റ് തൊട്ടത് എൻ്റെ മേലാണ്. വിളക്ക് കൊടുത്തതിന് ശേഷം ഇത്തവണ കപ്പ് കൊണ്ടു. ഇത്തവണ കപ്പ് എടുക്കണം. കപ്പ് എടുക്കാൻ തന്നെയാണ്. ആദ്യമായിട്ടാണ് അതോ എത്ര വർഷമായി? 29 വർഷമായി. 29 വർഷത്തിനിടയ്ക്ക് ഡൽഹിയും പഞ്ചാബ് ഒഴികെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എത്തിയിട്ടുണ്ട് പുലിക്കളിക്കായിട്ട്. ഏകദേശം 500-ലധികം വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞു. 500 തവണ വേഷം കെട്ടി കഴിഞ്ഞു. ആവേശമല്ല, ശരീരത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. മരിക്കുന്നെങ്കിൽ പുലിവേഷത്തിൽ മരിക്കണം എന്നാണ് ആഗ്രഹം. എങ്ങനെയാണ് ചേട്ടാ ഈ മൊബൈലിലൊക്കെ നോക്കി കൃത്യമായിട്ട് ആ ഒരു രൂപം അതേപടി പകർത്താൻ? അതാണ് അതിൻ്റെ അത്രയും ലൈഫായിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്യാൻ നോക്കണത്. ഒരു രൂപം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. ആളുകളുടെ മനസ്സ് കവരണം. അതെ, അതിഗംഭീരമായിട്ട്. ആർട്ടിസ്റ്റുകളും ആ വേഷത്തിനൊത്ത് അദ്ദേഹം മൊബൈലിൽ നോക്കി ആ പുലിയുടെ രൗദ്രരൂപം കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ മെയ്യിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേർ ഇങ്ങനെ ഇവിടെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആർട്ടിസ്റ്റുകളൊക്കെ ആ പുലികൾക്ക് വേണ്ടിയുള്ള അവരുടെ ശരീരത്തിൽ നല്ല വിവിധ വർണ്ണങ്ങളാണ്. നമുക്ക് പല തരത്തിലുള്ള വർണ്ണങ്ങൾ കാണാം. ചുവപ്പും മഞ്ഞയും വെള്ളയും അങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള വർണ്ണങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ ചാലിക്കുകയാണ്. വലിയ ആവേശമാണ്. ആവേശമാണോ? വേസ്റ്റ് ഒരു മാസം തുടങ്ങിയ ആവേശം. പുലിക്കളിയിൽ നമ്മുടെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കണം. അത്രയും രസമല്ല പുലിക്കളി. പ്രതീക്ഷ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് എടുക്കും. ഒരു മാറ്റില്ല. എല്ലാ മേഖലയിലും വര, കളി, ടേബിളോ, സൈലന്റ് എന്തായാലും അത് ഫസ്റ്റ് പ്രൈസ് തന്നെയാണ്. അപ്പോൾ 26 അടുത്ത ഒരു പുലി ഇവിടെ ഇങ്ങനെ തയ്യാറാവുന്നുണ്ട്. ആ പുലിക്ക് 2-3 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നിന്ന് ആ പുലിയെ തയ്യാറാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ 3 ആർട്ടിസ്റ്റുകൾ, ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. നമുക്ക് ചില പുലിമടകളിൽ ഓരോ ആർട്ടിസ്റ്റുകൾ വീതമാണ് ഓരോ പുലികൾക്കും തയ്യാറാക്കാൻ കാണുന്നത്. പക്ഷേ ഈ വിയ്യൂരിൽ നമുക്കിപ്പോൾ ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരേ സമയം പുലികളെ തയ്യാറാക്കുന്ന കാഴ്ച കാണുന്നു എന്നുള്ളതാണ്. ഈ പുലികളൊക്കെ ആ സ്വരാജ് റൗണ്ടിന് വൈകിട്ടോടുകൂടെ പുലിമട വിട്ട് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 450-ലധികം പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്രാവശ്യത്തെ പുലികളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഓണസമ്മാനം നമ്മുടെ പുലിക്കളിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചതാണ്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് ഡൽഹിയിലേക്കാണ് പോകേണ്ടത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വോട്ടെടുപ്പ് നടക്കും. നാളെ വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കാൻ ഉള്ളത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, നാളെ തെരഞ്ഞെടുപ്പാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ MP-മാർ, അതായത് മുഴുവൻ MP-മാർക്കുമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. അത് രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത MP-മാരുൾപ്പെടെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശമുണ്ടാകും. 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വോട്ട് ചെയ്യാനുള്ള സമയമാണ്. അതിനുശേഷം 5 മണിക്ക് ശേഷം നാളെ വൈകിട്ട് തന്നെ
ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അതായത് അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്ന പ്രഖ്യാപനം നാളെ വൈകിട്ട് തന്നെ ഉണ്ടാകും. നിലവിൽ NDAയുടെ ഭാഗത്തുനിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും, നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണനും, ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്, അതായത് ഭരണഘടനാ സ്ഥാനമായിട്ടുള്ള ഉപരാഷ്ട്രപതി എന്ന ചെയറിലേക്ക് സമവായത്തിലൂടെ ഒരാളെ കണ്ടെത്തണം. ഒരു പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെയും സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നെങ്കിലും അത് ഉൾക്കൊള്ളാതെയും അത് അംഗീകരിക്കാതെയുമാണ് പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ നില പരിശോധിക്കുമ്പോൾ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നിഷ്പ്രയാസം വിജയിച്ചു കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോക്സഭയിൽ 290 മുകളിൽ MPമാരുടെ വോട്ട് NDAക്ക് മാത്രമായി ഉറപ്പാക്കാൻ സാധിക്കും. അതല്ലാതെ YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ചില പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി ലോക്സഭയിൽ മാത്രം 300-ലധികം വോട്ടുകളും കൂടാതെ രാജ്യസഭയിൽ 130-ലധികം വോട്ടുകളും NDAക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് നിഷ്പ്രയാസം NDA മുൻപോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിച്ചു കയറും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശം അത് അംഗീകരിക്കാതെയാണ് പ്രതിപക്ഷം B സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നേരത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാരണങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ചതോടെയാണ് നിലവിൽ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത്. അദ്ദേഹത്തിന് 2 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു. അതിനു മുൻപേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെച്ചതോടെയാണ് വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഖി. ജിഷ്ണു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. നാളെ വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനമുണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്ത് ഉള്ളത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാവുകയാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കുന്നുണ്ട്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളൊപ്പം തന്നെ BJP കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളം, എന്തിനാണ് ഈ പൂക്കളത്തോട് ഇത്രയേറെ ഇവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്? എന്തിനാണ് ഈ പൂക്കളം മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പായിരുന്നു അന്ന് തിരുവോണ ദിവസം പോലീസ് എടുത്തിരുന്ന നിലപാട്. എന്തായാലും അത് പിന്നീട് കേസാകുന്നു, വിഷയത്തിൽ പ്രതിഷേധം കടുക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഈ കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ വിഷയം നടക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ, നമുക്കറിയാം എങ്ങനെയാണ് ഓരോ ഭാരതീയനും ഓപ്പറേഷൻ സിന്ദൂറിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലായപ്പോൾ ഭാരതീയർ ഒന്നടങ്കം പറഞ്ഞു അത് ആവശ്യമാണ്, അത് ഭാരതത്തിൻ്റെ വികാരമാണ്, ഓരോ ഭാരതീയൻ്റെയും രക്തം അത് നമുക്ക് മറക്കാൻ സാധിക്കില്ല, അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീർ നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്ന്. എന്തായാലും അത്തരത്തിലൊരു വിഷയം ഉള്ളപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂക്കളം ഇടുന്നു, ആ പൂക്കളം എടുത്തു മാറ്റണം. ഇതായിരുന്നു പോലീസിന്റെ ആവശ്യം. എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും പൂക്കളം മാറ്റിയില്ല, അതുകൊണ്ട് തന്നെ കേസെടുത്തു. ഇപ്പോൾ പ്രതിഷേധം കടുക്കുകയാണ്. ഇന്ന് BJP മാർച്ച് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വാർത്തയിലേക്ക് വിശദമായി തന്നെ എത്താം. മറ്റൊരു വാർത്ത നോക്കാം. പമ്പയാറ്റിലെ ജലപൂരത്തിന് ഒരു നാൾ കൂടി മാത്രമാണ്. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നാളെയാണ്. 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ആറന്മുളയിൽ ഓണ ആഘോഷങ്ങളും ഓണ ആരവങ്ങളും അവസാനിക്കുന്നില്ല. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകളിലൊന്നായ ഉത്രട്ടാതി ജലമേളയ്ക്കായി ആറന്മുള ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.
ആറന്മുളയുടെ സംസ്കാരവും ചരിത്രവും പൈതൃകവും പെരുമയുമെല്ലാം പള്ളിയോടങ്ങളാണ്. തിരുവാറന്മുളയപ്പൻ്റെ അദൃശ്യ സാന്നിധ്യം പേർന്ന പള്ളിയോടങ്ങൾ പുണ്യപമ്പയുടെ വിരിമാറിൽ ജലകേളി നടത്തുന്ന ഉത്രട്ടാതി വള്ളംകളി നാളെ നടക്കും. 52 കരകളുടെ പ്രതിനിധികളായി 52 പള്ളിയോടങ്ങൾ കുതിച്ചു പായുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ നാട്. നാളെ പുലർച്ചെ 6 മണിക്ക് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപ ഘോഷയാത്ര സത്രം കടവിലേക്ക് പുറപ്പെടും. ഫിനിഷിംഗ് പോയിന്റായ സത്രം കടവിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ജലമേളയ്ക്ക് ആരംഭമാവും. 10 മണിക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ പതാക ഉയർത്തും. വള്ളംകളി വീക്ഷിക്കാൻ ചലച്ചിത്രതാരം ജയസൂര്യ ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ എത്തിച്ചേരും. മുഴുവൻ പള്ളിയോടങ്ങളും അണിനിരക്കുന്ന ജലഘോഷയാത്രയും കാഴ്ചയ്ക്ക് മിഴിവേകും. ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സര വള്ളംകളി ആരംഭിക്കും. ജലമേളയ്ക്കായിട്ട് ഇക്കുറി 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിലെ 35 എണ്ണം എ ഗ്രൂപ്പിലും 17 എണ്ണം ബി ഗ്രൂപ്പിലുമായിട്ടായിരിക്കും ചേരുക. ഉച്ചയ്ക്ക് 1:15 വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുകയും 1:30 ജലമേളയോടനുബന്ധിച്ച യോഗം സമ്മേളനം നടക്കുകയും ചെയ്യും. മത്സര വള്ളംകളിക്ക് ഇക്കുറി സമയമാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് സമയം ഓരോ പള്ളിയോടത്തിൻ്റെ നിശ്ചയിക്കുകയും ഏറ്റവും കുറവ് സമയമെടുത്ത് ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന പള്ളിയോടത്തെ 4 എണ്ണത്തെ ഫൈനൽ മത്സരത്തിനും അടുത്ത 4 പള്ളിയോടങ്ങളെ ലൂസേഴ്സ് ഫൈനലിലും ഇപ്രകാരം എയിലും ബിയിലും പ്രത്യേകമായി മത്സരിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്ത് വിജയിക്കുന്ന പള്ളികളെ 1ാം സ്ഥാനം 2ാം സ്ഥാനവും നൽകുന്നു. എ ബാച്ചിലും ബി ബാച്ചിലും പെട്ട ഏറ്റവും 1ാം സ്ഥാനത്ത് വരുന്ന പള്ളിയോടങ്ങൾക്ക് മന്നം ട്രോഫിയും അതുപോലെ മറ്റ് ഏജൻസികൾ ഏർപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ്, ജില്ലാ പഞ്ചായത്ത്, സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയവ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന ട്രോഫികളും നൽകുന്നതാണ്. 52 പള്ളിയോടങ്ങളിൽ 35 എണ്ണം എ ഗ്രൂപ്പിലും 17 എണ്ണം ബി ഗ്രൂപ്പിലുമാണ് മത്സരിക്കുക. ഇരുവിഭാഗങ്ങളിലെയും ജേതാക്കൾക്ക് മന്നം ട്രോഫി കരസ്ഥമാക്കാം. പുറത്തുനിന്നെത്തുന്ന തുഴച്ചിൽക്കാർക്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്രട്ടാതി ജലമേള പൂർത്തിയാവുന്നതോടെയാണ് 1 മാസത്തോളം നീണ്ടുനിന്ന ആറന്മുളയുടെ ഓണാഘോഷത്തിനും പരിസമാപ്തിയാവുന്നത്. പമ്പാനദിയുടെ ഓളങ്ങളിൽ പള്ളിയോടങ്ങൾ പായാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയിൽ ഭക്തിയും ആഘോഷവും ആചാരവും ഒന്നിച്ച് ഇഴചേരുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആറന്മുള. ആറന്മുളയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം ഗോകുൽ രമേശ്, ജനം. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കും. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. പ്രശാന്ത്, അതിശക്തമായ പ്രതിഷേധമാണ് വിഷയത്തിൽ ഉയർന്നത്. ഇന്ന് BJP പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് യുവമോർച്ച പ്രതിഷേധ പൂക്കളം തീർക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും കൃത്യമായൊരു ഉത്തരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. എന്തായാലും ഇന്ന് എപ്പോഴാണ് ഈ പ്രതിഷേധ മാർച്ച്, ഒപ്പം തന്നെ ഈ പ്രതിഷേധ പൂക്കളം തീർക്കൽ, അതൊക്കെ എപ്പോഴാണ് പ്രശാന്ത്? രാഖി, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് അലയടിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അത് ഒരു പാർട്ടി അല്ലെങ്കിൽ BJP എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു പൊതുവികാരമായി മാറുന്നൊരു സാഹചര്യവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്നാൽ എന്താണെന്നും അതിന് കാരണം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ 26ഓളം വരുന്ന നമ്മുടെ ഭാരതീയരെ നിഷ്കരണം വധിച്ച തീവ്രവാദികൾക്കെതിരെ, ആ തീവ്രവാദികളുടെ ക്യാമ്പുകൾക്കെതിരെ സ്വീകരിച്ച നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ഈ ഓണക്കാലത്ത് അനുസ്മരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് പോലീസിന് ഇത്രത്തോളം ഈ പ്രതികാരം വരുന്നു, അല്ലെങ്കിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇടതുപക്ഷമാണ് ആ ക്ഷേത്രത്തിലെ ഭരണസമിതി കൈയാളുന്നത്, അവർക്ക് എന്തുകൊണ്ട് ഇത് വേദനിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യചിഹ്നമായി പൊതുസമൂഹം ഉയർത്തുന്നത്. ഒരു
പൂക്കളം, ആ പൂക്കളം തീർക്കുമ്പോൾ ആ പൂക്കളത്തിൻ്റെ എതിരെ കേസെടുക്കുന്നത്, അതൊരു പൂക്കളം ഇട്ടതിലൊരു പട്ടാളക്കാരൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അത്തരം സാഹചര്യമുള്ളപ്പോൾ പോലീസിൻ്റെ ഒരു നടപടി അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടിരുന്നത് പോലീസ് വളരെ പരുഷമായിട്ടാണ് ഈ പൂക്കളം ഇട്ടവരോടെല്ലാം പ്രതികരിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. കുറ്റവാളികളോട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ കുറ്റവാളികളോട് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേ സമാനമായ രീതിയിലുള്ള നടപടികളായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ മുതുവിലാക്കടലിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തുകയും അവിടെ അത്തപ്പൂക്കളം ഇട്ടിരുന്ന സ്ഥലത്ത് സിന്ദൂരം വിതറിക്കൊണ്ട് പ്രതിഷേധിക്കുന്നൊരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനുശേഷം വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള നടപടി പോലീസ് 26ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ അതിൽ ആ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചതല്ലാതെ മറ്റ് രീതിയിലുള്ള മറ്റ് മതവികാരം മരണപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള യാതൊരു ബിംബങ്ങളും അവിടെ ഇല്ല എന്നിരിക്കെ പോലീസിൻ്റെ നടപടിയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ന് രണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തലസ്ഥാനത്തും കൊല്ലം ജില്ലയിലുമായിട്ട് നടക്കുന്ന രണ്ട് പ്രതിഷേധങ്ങളാണ്. അതിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവമോർച്ച ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തലസ്ഥാനത്ത് പൂക്കളം ഇട്ടുകൊണ്ട് തന്നെയാണ് പൂക്കളം തീർക്കും, പൂക്കളം ഇട്ടുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ 11 മണിയോടുകൂടിയായിരിക്കും യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക. സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലായിരിക്കും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പൂക്കളം തീർത്തുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യുവമോർച്ച തയ്യാറെടുക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം ഇത്തരം സമീപനങ്ങൾ, പോലീസിൻ്റെ ഇത്തരം സമീപനങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരു പൊതുവികാരമായിട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി പ്രതിഷേധിക്കാനാണ് ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ പ്രതിഷേധിക്കാനാണ് പോലീസും തയ്യാറെടുക്കുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കും. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുക. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗൽ തന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപായി BJP MPമാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്ന് അവസാനിക്കും. വികസിത ഭാരതം, MPമാരുടെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ശില്പശാല. GST പരിഷ്കരണം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ MPമാർ അഭിനന്ദിച്ചു. ശില്പശാലയിൽ പ്രധാനമന്ത്രി മറ്റ് നേതാക്കൾക്കൊപ്പം അവസാന നിരയിലിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു. BJP MPമാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്നലെയും ഇന്നുമായാണ് ശില്പശാല നടക്കുന്നത്. അതിൽ ഒന്ന് വികസിത ഭാരതം, കൂടാതെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകളാണ് ശില്പശാലയിൽ നടക്കുന്നത്. അതോടൊപ്പം വിവിധ വിഷയങ്ങൾ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പങ്കെടുക്കണം, അതിൻ്റെ ചട്ടങ്ങൾ, ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ, ഇവയെല്ലാമാണ് ശില്പശാലയിൽ നടക്കുന്നത്. ഒപ്പം ഈ ശില്പശാലയുടെ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് ശില്പശാല സമാപിക്കുമ്പോൾ ആ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി MPമാർക്ക് മാർഗനിർദ്ദേശം നൽകും. പ്രധാനമന്ത്രിയുടെ വാക്കുകളോടുകൂടിയായിരിക്കും 2 ദിവസത്തെ ശില്പശാല അവസാനിക്കുക. മുഴുവൻ BJP MPമാരോടും ഇന്നലെയും ഇന്നും നാളെയുമായി ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ BJP നിർദ്ദേശം നൽകിയിരുന്നു. അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ഇന്നലെയും ഇന്നുമായി ഒരു 2 ദിവസത്തെ ശില്പശാല BJP സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ GST പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ട് നികുതി ഭാരം കുറയ്ക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശില്പശാലയിൽ MPമാർ അഭിനന്ദിച്ചു. അത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടന്നു. ഒപ്പം GST പരിഷ്കരണം സമൂഹത്തിൽ നടപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ താഴെത്തട്ടിലേക്കും വിപണിയിലും GST പരിഷ്കരണം പൂർണ്ണ രീതിയിൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്ന് നേരിട്ട് ഉറപ്പാക്കണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതിന് മുതിർന്ന MPമാരാണ് മേൽനോട്ടം വഹിക്കുക.
ഈ ദീപാവലി വിപണിക്ക് മുൻപായി തന്നെ GST പരിഷ്കരണം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുത്തുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെ തട്ടിലേക്ക് പോലും സാധാരണക്കാർക്കും ആ നികുതി ഇളവിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കും എന്നാണ് BJP വ്യക്തമാക്കിയത്. അതിന് വിപുലമായ കാര്യപരിപാടി BJP തയ്യാറാക്കിയിട്ടുണ്ട്. മുതിർന്ന MP-മാർ അതിനെ മേൽനോട്ടം വഹിക്കും. 2 ദിവസത്തെ ശില്പശാലയിൽ ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് നേതാക്കളോടൊപ്പം ഏറ്റവും അവസാനത്തെ നിരയിലിരിക്കുന്ന ചിത്രങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതായത് ജനങ്ങളുടെ പാർട്ടി, സാധാരണക്കാരുടെ പാർട്ടി എങ്ങനെയായിരിക്കുമെന്ന തലക്കെട്ടോടുകൂടിയും BJP നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ആ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനാവാത്ത രീതിയിൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ഒരു പരിപാടിയിൽ ഏറ്റവും അവസാനത്തെ നിരയിൽ ഏറ്റവും അവസാനത്തെയാളെ ഇരിക്കുന്നു എന്നുള്ളത് അത് സാധാരണക്കാരുടെ പാർട്ടി അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തകനും ഏത് രീതിയിലേക്കും എത്താൻ സാധിക്കുന്ന, ഏത് സ്ഥാനത്തും എത്താൻ സാധിക്കുന്ന പാർട്ടിയാണ് BJP എന്ന തലക്കെട്ടോടുകൂടിയും ദേശീയ തലത്തിൽ എല്ലാ നേതാക്കളും തെരഞ്ഞെടുപ്പിന് മുൻപായി BJP MP-മാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്ന് അവസാനിക്കുകയാണ്. വികസിത ഭാരതം, MP-മാരുടെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ശില്പശാല. ഒപ്പം തന്നെ GST പരിഷ്കരണം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ MP-മാർ അഭിനന്ദിച്ചിരുന്നു. പ്രധാനമന്ത്രി മറ്റ് നേതാക്കൾക്കൊപ്പം അവസാന നിരയിലിരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായാലും ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സനൽകുമാർ ശശിധരനെ മുംബൈ എയർപോർട്ടിൽ വെച്ച് പിടികൂടിയിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് നടി പരാതി നൽകിയത്. വിവരങ്ങളുമായി ചേരുന്നത് ജിജീഷ് കരുണാകരനാണ്. ജിജീഷ്, കഴിഞ്ഞ ദിവസം സനൽകുമാർ ശശിധരനെ പോലീസ് വിശദമായി പിടികൂടിയിരുന്നു. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് വരുന്നത്. ഇന്നാണോ ചോദ്യം ചെയ്യൽ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, ഇന്ന് രാത്രിയോടെ സനൽകുമാർ ശശിധരനെ കൊച്ചിയിലെത്തിക്കും. തുടർന്ന് ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടത്തും. കാരണം 2 പരാതികൾ 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു നടി നൽകിയത്. നേരത്തെ 2022 സനൽകുമാർ ശശിധരനെതിരെ പരാതി നൽകി. അതിനുശേഷം ഈ ജനുവരിയിൽ പരാതി നൽകി. അത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ടായിരുന്നു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമക്കര പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ എളമക്കര പോലീസ് എടുത്ത കേസിനെ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ സമയത്ത് അമേരിക്കയിലായിരുന്നു സനൽകുമാർ ശശിധരൻ ഉണ്ടായിരുന്നത്. തുടർന്ന് അവിടെ നിന്ന് മുംബൈയിൽ വന്നപ്പോൾ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ തടഞ്ഞു വെക്കുകയും ബന്ധപ്പെട്ട കേസ് നടക്കുന്ന എളമക്കര പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് എളമക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരും. ഇവിടെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും. നടി നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ തുടർച്ചയായി തന്നെ അവഹേളിക്കുന്നു, പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള നീക്കം സനൽകുമാർ ശശിധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. നിരവധി പോസ്റ്റുകൾ നടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ഇട്ടിരുന്നു. പല തവണ അതിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, നടിക്കില്ലാത്ത പരാതികൾ കൂടി സനൽകുമാർ ശശിധരൻ നടിയുടെ പേരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവർക്ക് ഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ട്, അത്തരത്തിൽ ചില സന്ദേശങ്ങൾ അവർ പ്രചരിപ്പിച്ചിരുന്നു, ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് ചില ശബ്ദഭാഗങ്ങളടക്കം സനൽകുമാർ ശശിധരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ നിരന്തരമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകുകയും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പിന്തുടർന്ന് ശല്യം ചെയ്തതും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത്. നേരത്തെയും 2022 സമാനമായി തന്നെയുള്ള പരാതി സനൽകുമാർ ശശിധരനെതിരെ നടി നൽകിയിരുന്നു. നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസ് ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സനൽകുമാർ ശശിധരനെ മുംബൈ എയർപോർട്ടിൽ വെച്ച് പിടികൂടിയത്. ഈ വർഷം ജനുവരിയിലാണ് നടി പരാതി നൽകിയത്. എന്നാലും നമ്മുടെ കമന്റ് ബോക്സ് സജീവമാണ്. ശിവാനി സൂരജ് പറഞ്ഞിട്ടുണ്ട്, ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓണം ജനം TV-ക്കൊപ്പമായിരുന്നു. എന്തായാലും ഓണം നന്നായിരുന്നു. നമുക്ക് കൂടുതൽ വാർത്തകൾ നോക്കാം. കപ്പുയർത്തി കൊച്ചി. ടൂർണമെന്റിലൂടെ
സീസണിലുടനീളം കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിനൊടുവിൽ KCL കിരീടത്തിൽ മുത്തമിട്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഫൈനലിൽ കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചാണ് കൊച്ചി KCL രണ്ടാം സീസണിന്റെ ചാമ്പ്യന്മാരായത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 181 റൺസ് എടുത്തത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊല്ലം 16.3 ഓവറിൽ 106 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. തകർപ്പൻ ഇന്നിംഗ്സിലൂടെ ടീമിന് വിജയമൊരുക്കിയ വിനൂപ് മനോഹരനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ വിജയം ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉടമ സുഭാഷ് മാനുവൽ. വിജയം നേടാൻ തങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന മാനേജ്മെന്റിന് നന്ദി അറിയിക്കുന്നുവെന്ന് പരിശീലകൻ റൈഫി ഗോമസ്. വിജയത്തിനു ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം ചൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ടീമിൻ്റെ ഉടമ സുഭാഷ് മാനുവലും പരിശീലകൻ റൈഫി ഗോമസും ചേരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും മത്സരത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ചില മാജിക്കുകൾ കാണിക്കാനുണ്ട് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായി? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും മാജിക്സ് ഞങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരുടെയും ആദ്യം തൊട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് പിള്ളേരിലൊരു എക്സ് ഫാക്ടർ പുറത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ആ ഒരു മാജിക് ഗ്രൗണ്ടിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തിയറിറ്റിക്കലി പറഞ്ഞെങ്കിലും പ്രാക്ടിക്കലായിട്ട് ആ സാധനം പുറത്ത് കൊണ്ടുവന്നത് ഇവരുടെ ഒരു ടീം എഫേർട്ടാണ്. ദാറ്റ്സ് അൺബിലീവബിൾ. കാരണം നമ്മൾ വേറെ ഒത്തിരി കോച്ചിങ് ടീംസിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ടീമിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും ഇവരുടെ ആ ഒരു വൈബും ഭയങ്കര സിൻസിയറായിട്ടാണ് ടീമിൻ്റെ കൂടെ നിൽക്കുന്നത്. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അവസാനം പറയുമായിരുന്നു ഈ പിള്ളേർക്ക് നാളെ രാവിലെ കൈ വറയ്ക്കും മാച്ചില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം അത് തന്നെയാണ് നേരത്തെ സുഭാഷി പറഞ്ഞ പോലെ തന്നെ ഒരു മാജിക് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സംസാരിച്ച കാര്യം അതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സഞ്ജു നമ്മുടെ ടീമിലേക്ക് വരുന്നത്. അന്ന് നമ്മളിതുപോലെ ഒരു ചാറ്റ് തന്നിരുന്നു. അപ്പോൾ അന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ മിറാക്കിൾസ് ആൻഡ് മാജിക് അത് നടക്കണം. നമുക്കറിയാലോ കടുകുമണിയോളം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മലയും നീക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ഇത്തവണ നമ്മൾ ഈ ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഒരു 15-20 പുതിയ ക്രിക്കറ്റേഴ്സിനെയാണ് നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുമ്പിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും KBTയിൽ നിന്നും ഇതുപോലത്തെ ഒരുപാട് മാജിക്കുകൾ നമുക്ക് ഇനിയും വരുന്ന സീസണുകളിൽ പ്രതീക്ഷിക്കാം. സഞ്ജു വിളിച്ചിരുന്നോ? സഞ്ജുവിൻ്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ? ഇതുവരെ ഒന്നുമില്ല. കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇതുപോലുള്ള എത്രയോ എന്താണ് ഈ ഇവൻറ്റ്സും മീൻസ് കഴിഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് പുള്ളി ഓബിയസ്ലി തിരക്കൊക്കെ കഴിയാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും പുള്ളിനെയൊക്കെ വിളിക്കാൻ. ഇതിന് ശേഷം ഏഷ്യ കപ്പ് പോകാൻ ടീം മൊത്തമായി പോകുന്നുണ്ടെന്നൊരു സൂചന കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പലർക്കും പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു. അതെടുത്തിട്ട് ഞങ്ങൾ എന്തായാലും അവിടെ ചെല്ലും. അപ്പോൾ സഞ്ജു ഭായ് വി ആർ കമ്മിങ്. ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് വിനൂപ്, ആഷിഖ്, നിഖിൽ ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും മത്സരത്തെ മാറ്റിമറിക്കാം കഴിവുള്ള താരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഈ ഫൈനലിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അത്ര ഫിയർലെസ് ആയിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത്, എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ ടീമിൽ നിന്ന് നൽകിയത്. കാരണം അവിടെ പോയി എക്സ്പ്രസ് ചെയ്യാൻ അതിൽ തുടക്കത്തിലെ ട്രെയിനിങ്ങിൽ ഒരുപാട് സമയം അവരുടെ ചിലവഴിച്ചിരുന്നു. ഡിഫറെൻറ്റ് രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ട്രെയിൻ ചെയ്യുക. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ സപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഇത്രയും മികച്ച രീതിയിൽ ആ ഒരു ഫയറോട് കൂടി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നിഖിലേഷ്, നിങ്ങൾ ഒരുമിച്ചാണ് ഒരു അക്കാഡമിയിൽ ഇത് ചെയ്യുന്നത്. എതിരാളികൾ അവരായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അതങ്ങനെയാണല്ലോ. കാരണം നമ്മളെല്ലാവരും പരസ്പരം ഒരുമിച്ച് കളിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ച ആൾക്കാർ. അപ്പോൾ ഒരു ഗെയിമിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഗെയിമിനെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു. വെല്ലുവിളികളോ അങ്ങനെയൊന്നും ഇല്ലാതെ ഗെയിമിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ റോൾ എത്ര നന്നായിട്ട് ചെയ്യാം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ വെച്ച് എങ്ങനെ നന്നായിട്ട് ചെയ്യാം, അതിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അല്ലാതെ പുറത്തെ കാര്യങ്ങൾ ഓക്കെ ഇന്ന ടീമിനെ വെല്ലുവിളിക്കണം അവരിങ്ങനെ നോ, വി റെസ്പെക്ട് ദ ഗെയിം, വി റെസ്പെക്ട് ദ ഒപ്പോണൻസ്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇത് തന്നെ, അടുത്ത വർഷം ഇത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല കളിച്ച ആൾക്കാർക്കൊക്കെ നല്ല എന്താ പറയുക അപ്പുറത്ത് മറ്റു ടീമുകളെല്ലാം വിളിക്കും. അപ്പം ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പോയിട്ട് വേറെ പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും പോകും. അവർക്ക് പകരം വരുന്ന ആൾക്കാരെയും ഇതേ ഒരു ലെവൽ ഓഫ് ഫിയർലെസ് ക്രിക്കറ്റിലേക്ക് ആ മാജിക്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക്. കാരണം ഇത് KCL എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇത് വെറുതെ ഒരു ബ്രിഡ്ജ് മാത്രമാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ടാലൻ്റ് ഉള്ള പിള്ളേർക്ക്
IPL-ലേക്കും ഇന്ത്യൻ ടീമിലേക്കും ഒക്കെ പോകാനുള്ള ഒരു അവസരം മാത്രമാണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗ്ലാമറും എല്ലാം. ഇത് നമ്മളെല്ലാവരും കൂടി ഇത് ആഘോഷിക്കുക, അങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ വളർത്തിയെടുക്കുക. അവർ വലിയ ആൾക്കാർ IPL ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കട്ടെ. നമുക്കൊന്നും പറ്റാ, ഇവർക്കൊക്കെ പറ്റിയെങ്കിലും ഞങ്ങൾക്കൊന്നും പറ്റാത്തത് അവർക്കെല്ലാം സാധിക്കും. സുഭാഷ് ചേട്ടൻ നല്ലൊരു പ്ലെയർ കൂടിയാണല്ലേ? ഉറപ്പായിട്ടും. കാരണം അവരിപ്പോൾ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതിൽ സുഭാഷ് ഞാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഇതാണ് ക്രിക്കറ്റിനെ അത്രത്തോളം ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു ടീം വാങ്ങിച്ച് വേണ്ട പ്ലാറ്റ്ഫോമാണ് ബാക്കിയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ എത്രയോ പ്ലേയേഴ്സാണല്ലേ ബ്ലെസ്ഡ് ആയിരിക്കുന്നത്. കാരണം അപ്പം അവരുടെയൊക്കെ ബ്ലെസ്സിങ് എല്ലാവർക്കും കിട്ടുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് ഹാറ്റ്സ് ഓഫ് ടു സുഭാഷ്. നമ്മൾ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, മത്സരത്തിന് ശേഷം വിജയിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ ഇനി അടുത്ത വർഷവും നമുക്ക് കിരീടം ചൂടട്ടെ എന്ന് ആശംസിക്കുന്നു. കാര്യവട്ടം സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം M. നിഖിൽകുമാർ, ജനം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണ് കൊടിയിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ ഓൾറൗണ്ടർ അഖിൽ സ്കറിയ. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച അഖിൽ 11 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്. ബൌളിംഗിനൊപ്പം ബാറ്റിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച അഖിൽ തന്നെയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. അഖിൽ സ്കറിയയ്ക്കൊപ്പം M. നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടൂർണമെൻറ്റിലെ താരമായ അഖിൽ സ്കറിയാണ് നമ്മുടെ കൂടെയുള്ളത്. അതായത് ടൂർണമെൻറ്റിലെ താരത്തിനൊപ്പം പർപ്പിൾ ക്യാപ്പും അഖിൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അഖിലുമായി പലവട്ടം പല കളിയിലും നിർണായകമായ പല മത്സരങ്ങളിലും ടീമിനെ വിജയിപ്പിച്ച ശേഷം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൂർണമെൻറ്റിലെ താരമായിരിക്കുന്നു. ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം ഇത് ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ ടൂർണമെൻറ്റിൽ ഈ ഒരു അവാർഡ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറയുമ്പം അത് ഒരു പടിയും കൂടെ മുന്നിലാണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അവാർഡായിട്ടാണ് ഞാൻ അതിനെ കാണുക. അപ്പം എനിക്കത് എൻ്റെ പൊട്ടൻഷ്യലി ഫുള്ളി ആയിട്ടില്ലെങ്കിൽ കൂടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ മത്സരത്തിനിടയ്ക്ക് പലപ്പോഴും നായകൻ രോഹൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ രോഹൻ പറഞ്ഞത് ഏത് ക്രൂഷ്യൽ സിറ്റുവേഷനിലും എനിക്ക് വിശ്വസിച്ച് പന്തേപ്പിക്കാൻ അല്ലെങ്കിൽ ബാറ്റിങ്ങിന് ഇറക്കി വിടാൻ കഴിയുന്നൊരു താരമാണ് അഖിൽ എന്നുള്ളതാണ്. അതെ, അവനത് പലപ്പോഴും എന്നോടും പറയാറുണ്ട്. മിക്കപ്പോഴും എന്നോട് പറയാറുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു ക്യാപ്റ്റനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം കൂടെയാണ്. അവൻ ഭയങ്കര സപ്പോർട്ടീവാണ്. ഏത് സിറ്റുവേഷനിലും ഞാൻ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ചോദിക്കുമ്പോൾ അവൻ എന്നോട് പറയണം, നിനക്ക് തോന്നുന്നത് എന്താണോ അത് നീ ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു അഡ്വൈസാണ് എനിക്ക് തരാറ്. അപ്പോൾ അത് എനിക്ക് കുറച്ചധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രോഹൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ രോഹൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് പലപ്പോഴും അഖിലിന് പന്തെറിയാൻ വരുമ്പോൾ ഫീൽഡ് സെറ്റ് ചെയ്യുന്നത് അഖിൽ തന്നെയാണ്. അതിനുള്ള ഫ്രീഡം ഞാൻ അവന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം എനിക്ക് ഞാൻ ബോൾ ചെയ്യുമ്പം എനിക്ക് തന്നെ ഫീൽഡ് സെറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം അടുത്ത ബോൾ എന്തായിരിക്കും ഞാൻ എറിയാൻ പോകണം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്ത് ബോളായിരിക്കും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലെങ്ത്തിലായിരിക്കും എറിയാൻ പോകണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. അപ്പം ആ ഐഡിയയ്ക്ക് അനുസരിച്ച് ബോൾ ഫീൽഡ് ഇടാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ അത് പലപ്പോഴും വിജയിക്കാറുണ്ട്. അപ്പോൾ അത് റിസൾട്ട് നമ്മുടെ ഫേവറിലാവുമ്പം ക്യാപ്റ്റന്മാരങ്ങനെ സമ്മതിക്കും. റോഹൻ മാത്രമല്ല, സച്ചിൻ ചേട്ടനും സഞ്ജു ചേട്ടനും ഒക്കെ ആണെങ്കിൽ കൂടെ എന്നെ അങ്ങനെ ഫീൽഡ് ഇടാൻ സമ്മതിക്കാറുണ്ട്. എല്ലാവർക്കും ഫീൽഡ് ഇടാൻ സമ്മതിക്കാറുണ്ട്. ബട്ട് ഞാൻ അവരോട് ഈ ഫീൽഡ് ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ സ്ട്രൈറ്റ് ആയിട്ട് തരാറുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം. തീർച്ചയായും 2ാമത്തെ പർപ്പിൾ ക്യാപ്പാണ്. കഴിഞ്ഞ സീസണിൽ 25 വിക്കറ്റ്, ഈ സീസണിൽ 25 വിക്കറ്റ്, ആകെ 50 വിക്കറ്റുകളായി. അതും എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നോട് പലരും പറയാറുണ്ട് ഈ വർഷവും പർപ്പിൾ ക്യാപ്പ് കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. കണ്ടിന്യൂ 2 വർഷം അടുപ്പിച്ച് നേടുക എന്നുള്ളത് അത്ര ഈസി അല്ല. അപ്പം അതിലൊരുപാട് സന്തോഷം. ഈ വർഷവും നന്നായിട്ട് ചെയ്യാൻ പറ്റി, അതിലൊരുപാട് സന്തോഷമുണ്ട്. അമ്മയെ വിളിച്ചിരുന്നോ? ഇതുവരെ വിളിച്ചില്ല. ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. എന്തായാലും ഇനി മുന്നോട്ടുള്ള കരിയർ അതും മികച്ച രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം M. നിഖിൽകുമാർ, ജനം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിൽ റൺ വേട്ടയിൽ മുന്നിലെത്തി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി ട്രിവാൻഡ്രം റോയൽസ് നായകൻ കൃഷ്ണപ്രസാദ്. ലീഗിലെ 10 മത്സരങ്ങളിൽ നിന്നായി 479 റൺസാണ് താരം അടിച്ചെടുത്തത്. സെമി കാണാതെ റോയൽസ് ആദ്യഘട്ടത്തിൽ തന്നെ ലീഗിൽ നിന്ന് പുറത്തായെങ്കിലും 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയുമായി ഈ 26-കാരൻ തിളങ്ങി. കൃഷ്ണപ്രസാദിനൊപ്പം M. നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലെ ഓറഞ്ച് ക്യാപ്പ് വിന്നറായിട്ടുള്ള ട്രിവാൻഡ്രം റോയൽസിൻ്റെ കൃഷ്ണപ്രസാദ് നമ്മുടെ ചേരുന്നുണ്ട്. KP 2ാം സീസണിലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിരിക്കുകയാണ്. തീർച്ചയായും സന്തോഷം. ഒരു ടൂർണമെൻറ്റിലെ ലീഡിംഗ് റൺ സ്കോർ ആവാന്ന് പറഞ്ഞാൽ ഒരു ഡ്രീമാണ്. ആസ് എ ബാറ്റർ നമ്മൾ ഇൻഡിവിജ്വൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഡ്രീമാണ്. പക്ഷേ അത് നമുക്കറിയാം, നമുക്ക് ഒരു ടീം ഒരു വിൻ ചെയ്യുമ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്
നമുക്കത് ഒരു ചെറിയൊരു വിഷമമുണ്ട് കാണുമ്പോൾ. തീർച്ചയായും കൺഗ്രാറ്റ്സ് കോച്ചി. കാരണം ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് അവർ വെൽ ഡിസേർവിംഗ് ആയിരുന്നു. അവർ 12 മാച്ചസിൽ ഒരു 10 മാച്ചസ് വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു ഡിസേർവിംഗ് ഒരു ടീം എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റിലില്ല. പക്ഷേ നമുക്കൊരു ടോപ്പ് 4 എത്താൻ പറ്റാത്ത, നമുക്ക് ഈ ഒരു ഫൈനൽ സ്റ്റേജിലെത്തി കളിക്കാൻ പറ്റുക, അതൊരു ടീമിന് അത്ര എത്തിക്കാൻ പറ്റാത്തതിൽ ഒരു ചെറിയൊരു വിഷമമുണ്ട്. വരുന്ന സീസണിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തും. തീർച്ചയായും ഇനി ഒന്നുകൂടെ വാശിക്ക് അടുത്ത സീസണിൽ നമുക്ക് എപ്പോഴും ഒരു ടീം ജയിക്കുന്ന ഒരു ടൂർണമെൻറ്റ് വിൻ ചെയ്യുക. KCL പോലെ ടൂർണമെൻറ്റ് നമ്മൾ ചാമ്പ്യൻസ് ആ സ്റ്റേജിൽ നിന്ന് ആ ട്രോഫി കളക്ട് ചെയ്യുന്ന ഒരു ഡ്രീമാണ്. അതാണ് ആസ് എ ക്യാപ്റ്റൻ നമുക്ക് ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഒരു ടീം ട്രോഫി, ആ ഒരു വിന്നിംഗ് ട്രോഫി, ആ ഒരു ചാമ്പ്യൻസ് ട്രോഫി കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. സോ തീർച്ചയായും നെക്സ്റ്റ് ഇയർ ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരും. ബാക്കിയെല്ലാം താങ്ക് യു. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും M. നിഖിൽകുമാർ, ജനം. ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായി ഭാരതം ബീഹാറിലെ രാജ്ഗീറിൽ നടന്ന ഫൈനലിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഭാരതത്തിന്റെ നേട്ടം. ഭാരതത്തിനായി ദിൽപ്രീത് സിംഗ്, സുഖ്ജീത് സിംഗ്, അമിത് രോഹിദാസ് എന്നിവർ ഗോളുകൾ നേടിയപ്പോൾ സൺ ഡെയ്നാണ് ദക്ഷിണ കൊറിയയുടെ ഏക ഗോൾ നേടിയത്. 8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഭാരതം ചാമ്പ്യന്മാരായത്. വിജയത്തോടെ 2026 നെതർലാൻഡ്സിലും ബെൽജിയത്തിലും നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിനും ഭാരതം യോഗ്യത നേടി. ഭാരതത്തിന്റെ 4ാമത്തെ ഏഷ്യ കപ്പ് ഹോക്കി വിജയമാണ് ഇത്. ചർച്ചകൾ പലത് കഴിഞ്ഞുവെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം. AI ഗ്രൂപ്പുകൾ സമവായമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അധ്യക്ഷ നിർണയം അനന്തമായി നീളുന്നത് തിരിച്ചടി നേരിടുമെന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട്. നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് തുടങ്ങിയവരുടെ പേരുകളാണ് പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അബിൻ വർക്കിക്ക് ലഭിച്ചത്. അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല ശക്തമായി വാദിക്കുന്നുമുണ്ട്. ഇത്തവണ അധ്യക്ഷ സ്ഥാനം I ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേണമെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നത് സ്വാഭാവിക നീതി നിഷേധം എന്നാണ് I ഗ്രൂപ്പ് വാദിക്കുന്നത്. A ഗ്രൂപ്പ് KM അഭിജിത്തിനായും KC വേണുഗോപാൽ പക്ഷം ബിനു ചുള്ളിയിലുമായും പിടിമുറുക്കുന്നുണ്ട്. OJ ജനീഷ് അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്നത് മറ്റൊരു പക്ഷവും അവകാശപ്പെടുന്നു. അധ്യക്ഷ സ്ഥാനത്തിനായി നേതാക്കൾ പിടിമുറുക്കിയതോടെ കേന്ദ്ര നേതൃത്വവും വെട്ടിലായി. അനുനയ നീക്കങ്ങൾ പലകുറി കഴിഞ്ഞെങ്കിലും തീരുമാനം ഉണ്ടായില്ല. ഇതോടെ യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി ശ്രാവൺ കുമാർ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തി. എങ്കിലും തീരുമാനമുണ്ടായില്ല. സാമുദായിക സമവാക്യങ്ങളാണ് അബിൻ വർക്കിക്ക് വിലങ്ങുതടിയാകുന്നത്. KSU, KPCC അധ്യക്ഷ സ്ഥാനങ്ങൾ വഹിക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളാണ്. ഇതാണ് അബിൻ വർക്കിയുടെ അധ്യക്ഷ സ്ഥാനത്തിന് വിലങ്ങുതടിയാകുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന്റെ പാരമ്പര്യ പദവി എന്നാണ് A ഗ്രൂപ്പ് വാദം. അത് നൽകാൻ സാധിക്കില്ല എന്നും A ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. ഇതോടെ അധ്യക്ഷ സ്ഥാനം അനിശ്ചിതത്വത്തിലായി. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണങ്ങളിൽ പാർട്ടിയെ വലിയ നാണക്കേടിലാണ്. അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തമ്മിൽപോര് രൂക്ഷമായാൽ അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക കൂടി ഒരു വിഭാഗത്തിനുണ്ട്. എത്രയും വേഗം അധ്യക്ഷനെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം. ശമ്പള കുടിശ്ശിക നൽകാൻ പണമില്ല, ദുരിതത്തിലായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ ജീവൻ രക്ഷാ പ്രവർത്തകർ. ഓണത്തിന് പോലും ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിച്ചില്ലെന്ന് ജീവനക്കാരും കുടുംബവും പറയുന്നു. ധനപ്രതിസന്ധി കാരണമാണ് തുക അനുവദിക്കാൻ കഴിയാത്തതെന്ന് ഫിഷറീസ് വകുപ്പും കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദയാണ് ചേർന്നത്. ശ്രീനന്ദ, വിവരങ്ങൾ. രാഖി, ഫിഷറീസ് വകുപ്പിന് കീഴിലെ ലൈഫ് ഗാർഡുമാർക്കാണ് 3 മാസത്തെ ശമ്പള കുടിശ്ശിക ഓണമായിട്ട് കൂടി നൽകാതിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ഇവർക്ക് ശമ്പളം ഏതും തന്നെ നൽകിയിരുന്നില്ല. ശേഷം ഈ ഒരു ഓണത്തിനെങ്കിലും അവർക്ക് ശമ്പള കുടിശ്ശികളെല്ലാം തന്നെ നൽകുമെന്നൊരു വിശ്വാസത്തിലായിരുന്നു ഇവർ എല്ലാവരും തന്നെ. പക്ഷേ അതെല്ലാം തച്ചുടയ്ക്കുന്നതായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഇല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലൊരു നീക്കം. 3 മാസത്തോളമായി ഇവർ ശമ്പളമില്ലാതെ ഓണം പോലും വറുതിയിലായിരുന്ന ഒരു അവസ്ഥയിലാണ് ഈ ജീവനക്കാർ എല്ലാവരും തന്നെ. കഴിഞ്ഞ 3 മാസവും ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ശേഷം ഓണത്തിനെങ്കിലും ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവരുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ അതും അസ്തമിക്കുന്ന ഒരു സാഹചര്യമാണ് കടന്നുപോയത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിരാശയിലാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്നുമാണ് ഇവർക്ക് ശമ്പളം കൈപ്പറ്റുന്നത്. എന്നാൽ അവിടെ നിന്നും അവർക്ക് മാസങ്ങളായി അവരുടെ ഫണ്ട്
ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ശമ്പളം ഇത്തരത്തിൽ വൈകുന്നതെന്നൊരു കാര്യമാണ് ഫിഷറീസ് വകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും എപ്പോഴാണോ ഈ ഒരു ശമ്പളം ഇവർക്ക് നൽകാനുള്ള ഫണ്ട് ലഭിക്കുക, അപ്പോൾ തന്നെ ഈ ശമ്പളം തിരികെ നൽകാമെന്നൊരു വാഗ്ദാനമാണ് നൽകിയിരുന്നത്. അത് ഓണത്തിന് മുൻപ് തന്നെ നൽകുമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഓണം കഴിഞ്ഞിട്ട് കൂടി ആ ഒരു വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി എപ്പോഴാകും തങ്ങൾക്ക് ലഭിക്കുന്ന 3 മാസത്തേക്കുള്ള ശമ്പള കുടിശ്ശിക നൽകുക എന്നൊരു ചോദ്യം ഈ ജീവനക്കാരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു കനിവ് കാത്താണ് ഇവരെല്ലാവരും തന്നെ, ഈ ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള എല്ലാവരും തന്നെ ഈ ഒരു കനിവ് കാത്താണ് 3 മാസത്തോളമായി അവർ ജീവിച്ചു പോകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും തങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുക എന്നൊരു ചോദ്യചിഹ്നം കൂടി ഇവരുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഉടൻ തന്നെ ഇവരുടെ ശമ്പളം നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. അവർ അതിന് പറയുന്ന ഒരു കാര്യം, അവർക്ക് ഫണ്ട് ലഭിച്ചിട്ടില്ല, ലഭിച്ചാൽ ഉടൻ തന്നെ നൽകേണ്ട തുകകളെല്ലാം തന്നെ കുടിശ്ശികകളടക്കം നൽകി തീർക്കുമെന്നൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്നാൽ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഇതുവരെയും ഉറപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. 3 മാസത്തെ കുടിശ്ശിക എപ്പോൾ നൽകും എന്നൊരു കാര്യമാണ് ഇനി ശമ്പള കുടിശ്ശിക നൽകാൻ പണമില്ല, ദുരിതത്തിലായിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന് കീഴിലെ ജീവൻ രക്ഷാ പ്രവർത്തകർ. ഓണത്തിന് പോലും ശമ്പളവും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല എന്നാണ് ഈ ജീവനക്കാരും കുടുംബവും പറയുന്നത്. ധനപ്രതിസന്ധി എന്നാണ് ഈ വിഷയത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ പ്രതികരണം എന്നുള്ളതാണ് വളരെ സങ്കടകരം എന്ന് മാത്രമാണ് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്ക് തന്നെയാണ്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശ്ശൂരിലെ പുലികളി ഇന്നാണ്. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തുക. പോകുന്നത് അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, എങ്ങനെയാണ് ഇപ്പോൾ പുലികളിയുടെ ആവേശം? നമ്മൾ രാവിലെ തന്നെ കണ്ടിരുന്നു, അവരുടെ മെയ്യെഴുത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രാഖി, ഓരോ മണിക്കൂറുകൾ പിന്നിടും തോറും തൃശ്ശൂരിലെ പുലിമടകളിൽ അതിൻ്റെ ആവേശം കൂടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പുലികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ മുതൽ ആരംഭിച്ചതാണ് ഈ മെയ്യെഴുത്ത്. എല്ലാ പുലികളും ശരീരത്തിലെ രോമങ്ങളും മറ്റുമൊക്കെ വടിച്ചു കളഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ ആ ആർട്ടിസ്റ്റുകൾ അവരുടെ കൈകൊണ്ടുള്ള വിസ്മയങ്ങൾ തീർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ വളരെ മനോഹരമായിട്ടുള്ള പുലിയുടെ രൗദ്ര രൂപങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ എഴുതുന്നു. ആ മെയ്യെഴുത്ത് ഇങ്ങനെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ പുലിമടയിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് വിയ്യൂരിലെ പുലിമടയിലാണ്. വിയ്യൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എല്ലാ മേഖലയിലും കപ്പടിക്കുക എന്നുള്ളതാണ് വിയ്യൂരിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അവരുടെ ഈ മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ്യെഴുത്തിൽ മാത്രമല്ല, അച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ടാബുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവർ അവരുടെ കപ്പടിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഈ പുലികളോട് തന്നെ ചോദിക്കാം. വലിയ ആവേശമാണ് ചേട്ടാ? നല്ല ആവേശം. എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 2 മണിക്കൂർ. ഈ ഇത്രയും നേരം ഇങ്ങനെ ശരീരം ഈ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമല്ലേ? അതെ അതെ അതെ. ഏതായാലും ഇപ്പോൾ വേറൊരു പുലി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ശരീരത്തെ എത്രാമത്തെ തവണ ഇത്? ഞാനിപ്പോൾ 5-ാം തവണ. വലിയ ആവേശമാണ് ഈ പുലി. പിന്നെ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് 5-ാമത്തെ തവണയാണ്. വിയൂരിനെ സംബന്ധിച്ചിടത്തോളം എത്തവണ എന്താ പ്രതീക്ഷ? എന്താണ്? കപ്പ് എല്ലാ മേഖലയിലും ഫസ്റ്റ് തന്നെയാണ്. ഓരോ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ പലതരത്തിലുള്ള വർണ്ണങ്ങൾ ഇങ്ങനെ ചാലിക്കുകയാണ്. കുടവയറാണ് പുലികൾക്ക് വളരെ മനോഹാരിത. പക്ഷെ അത്ര കുടവയറൊന്നും ഇല്ലാത്തൊരു പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. വയറൊന്നും പ്രശ്നമല്ല. ആദ്യമായിട്ടാണ്? 9 കൊല്ലായി. 3 കൊല്ലായി. കുഞ്ഞിലെ മുതലേ തുടങ്ങിയാണ്? എത്ര സ്കൂൾ പഠിക്കുന്നത്? 1-ല്. 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയാണ്? ഞാൻ ഇപ്പോൾ +2. 1-ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ വേഷം കെട്ടുന്നതാണ്. അതിൻ്റെ പേരെന്താണ്? അഭിഷേക്. അത്തരത്തിലുള്ള അഭിഷേകിനെ പോലുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അവർ കുഞ്ഞുനാളിലെ മുതൽ തന്നെ ഈ പുലികളിക്ക് വേണ്ടി വേഷം കിട്ടുന്നു. ഇപ്പോൾ ഒരു കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട്. ഓരോ വരകളിങ്ങനെ തുടങ്ങണു. ആവശ്യമാണ്. എത്രാമത്തതാണ്? 25 വർഷമായിട്ടുണ്ട് മൊത്തത്തിൽ. നിങ്ങൾക്ക്
ഈ 25 വർഷമായിട്ട് പറയുമ്പം ഇവിടെ മാത്രമാണോ അതോ നമുക്ക് ഈ പുലികളി പല പല സ്ഥലത്തായിട്ട് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ കൊല്ലം. ഇത് എത്ര നിങ്ങളുടെ ശരീരത്തിൽ ഇത് എങ്ങനെയാണ് എത്ര സമയം മുമ്പാണ് ശരീരത്തിലെ രോമങ്ങളൊക്കെ കളഞ്ഞതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്? അതിപ്പോൾ നമ്മൾ പുലർച്ചെ ഒന്ന് രോമം ഓടിക്കും, പിന്നെ കോട്ടടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കും. ഫിനിഷിങ് ആവാ പരിപാടി ഇറങ്ങണതിൻ്റെ ഇടയിലാണ് ഫിനിഷിങ് ആവുള്ളൂ കംപ്ലീറ്റ്. ഈ വൈകുന്നേരമാണല്ലോ, അപ്പം അത്രയും നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ഫിസിക്കലി നല്ല സ്ട്രെയിനുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ്. ബുദ്ധിമുട്ടല്ല. ഇല്ല, നമ്മളത് ചെയ്യലായ കാരണം നമുക്ക് കുഴപ്പമില്ല. അവർക്കാണ് ബുദ്ധിമുട്ട്. അതാണ് ഏതായാലും അതൊക്കെ ശീലമാണ്, അതുകൊണ്ട് അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ് പല തരത്തിലുള്ള ചായങ്ങൾ ചാർത്തിക്കൊണ്ട്. ആസാനോട് 4 വർത്തമാനം പറയട്ടാ. ആളാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഇവിടുത്തെ പുലികളെയൊക്കെ അണിയിച്ചൊരുക്കുന്ന പ്രധാന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനോട് നമുക്ക് എങ്ങനെയാണ് ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു എത്ര വർഷമായി നിങ്ങൾ ഈ വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഒരു 65 കൊല്ലമായിട്ട്, അല്ല 56 കൊല്ലം. ഈ ഒരു ചലഞ്ച് അയക്കുന്നതും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു? ഇത് നമ്മൾ ഈ ചായക്കൂട്ട് നമ്മൾ കളറായിട്ട് അടിക്കുന്നത് മാത്രമാണ്. വരയമ്പുലി, പുള്ളിപ്പുലി, സീബ്ര ഇതിനൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വരയ്ക്കുക. പടങ്ങളുണ്ടല്ലോ, അപ്പം നോക്കി അടിക്കാൻ എളുപ്പമാണ്. പിന്നെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. കൈമ പെയിൻ്റ് ആവുക അതൊക്കെ എന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ള കേസല്ലല്ലോ. നമ്മൾ പിന്നെ പെയിൻറ്റിൽ കുളിച്ച കാര്യം നമുക്കൊരു വെറുപ്പ് തോന്നാറില്ല. ഓണം വരാൻ കാത്തിരിക്കുന്നു ഇത്ര ദിവസമായിട്ട്. ഓരോ വർഷവും വരയിൽ പുതുമ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് കാണിക്കാറുണ്ട്. ഓരോരോ കൊല്ലം പുതിയ പുതിയ പെയിൻറ്റ് കളറുകൾ കയറ്റും, ഫ്ലോറസെൻറ്റ് കയറ്റും. പിന്നെ തെങ്ങോല വര ഉണ്ട്. തെങ്ങോല വര നമ്മുടെ പഴയ പുലി തന്നെയാണ്, അവനാണ് മെയിൻ പുലി. അത് ഇത്ര കാലയിൽ അവന് മാറ്റം വരില്ല. ഇത്തവണത്തെ പുതുമകളുണ്ടാവും. പുതുമകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെള്ളക്കടിവുണ്ട്, വെള്ളപ്പുള്ളിണ്ട്. നമ്മളെല്ലാ കൊല്ലം ചെയ്യുന്നതാണ്. എന്നാലും ഇപ്പം അതിൽ എന്തെങ്കിലും വെറൈറ്റി മാറ്റുന്നു പറഞ്ഞ കുറേശ്ശൊക്കെ പറയില്ല. ആ നേരം ആകുമ്പോൾ നിങ്ങൾ ചെയ്യും. സസ്പെൻസ് ആണ്. സസ്പെൻസ് ഉണ്ട്. അതെ അതെ അതെ, വരിയിൽ പോലും സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ചേട്ടാ ഈ ഒരുപാട് നേരം വന്നിട്ട്? ഇല്ലില്ല, കുറച്ച് നേരമേ ഉള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ടോ. പുലികളിക്ക് വേഷം കെട്ടുന്നത് വലിയ ആവശ്യമുള്ള കാര്യമാണ്. നാലോണം തന്നെ. ഞാൻ 30 കൊല്ലമായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പുലികളി വളരെ ഗംഭീര ഉത്സവമാണ്. തൃശ്ശൂർ പൂരം എന്നല്ല, അതേപോലെ ഒരു ഉത്സവമാണ് പുലികളി. ഒരുപാട് പേര് സഹായിക്കാനായിട്ട് രാജാന്റെ കൂടെ 23 കൊല്ലം കഴിഞ്ഞു. പിന്നെ ബാക്കി എല്ലാവരും തൃശ്ശൂർക്കാരൻ എന്നുള്ള രീതിയിൽ എന്താണ് ഈ പുലികളി പറഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിലുള്ളതാണ്? അതെ 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 അതെ. ഏത് കുട്ടി ജനിക്കുകയാണെങ്കിലും തൃശ്ശൂർ ജനിക്കുകയാണെങ്കിലും ആ പുലിക്കളിയുടെ ഒരു എന്താ പറയാൻ, ആര് ജനിച്ചാലും തൃശ്ശൂരാണെങ്കിൽ അത് പുലിക്കളിയിലുണ്ടാവും. തന്നെയാണ്. ഏതായാലും ഈ 4ാം ഓണ നാളിലെ പുലിക്കളി അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആവേശത്തോടെ, അതിന്റെ ഒരു ആകാംക്ഷയോടെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സാനുവിലേക്ക് കൂടി പോകാം. സാനു, എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ സമ്മാനമുണ്ട് ഇക്കുറി പുലികളിക്ക്. അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് സാനു? ാണുള്ളത് അവിടെ ഈ പുലികളെല്ലാം ഒരുങ്ങുന്നതിന്റെ തിരക്കിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുലികളെയെല്ലാം വരച്ച് അണിയിച്ചൊരുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ പുലർച്ചെ മുതൽ അതിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. ഈ പുലികളിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന്റെ തലേദിവസം മുതൽ ആണ് ചടങ്ങുകൾ ആരംഭിക്കുക എന്നെങ്കിലും നമ്മൾ തത്വത്തിൽ പറയുകയെങ്കിലും അതിന് മാസങ്ങൾ മുന്നേ കാലേ കൂട്ടി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ പുലിനെ അണിയിച്ചൊരുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പുലിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അല്ലെ, പുലി ആ മുഖത്ത് തന്നെ, ആ പുലിയുടെ മുഖത്ത് തന്നെ അതിന്റെ ഒരു ഗാംഭീര്യം, ആ ഒരു പുലിയുടെ ഗാംഭീര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏത് പുലിയാണ്? ഇത് വരയൻപുലി. വരയൻപുലിയാണ്. എത്ര വർഷമായി നമ്മൾ ഈ വേഷമൊക്കെ ഇടാൻ? 9 കൊല്ലം. 9ാമത്തെ കൊല്ലമാണ്. എങ്ങനെയുണ്ട്? ആവേശം എത്രത്തോളം ഉണ്ട്? നമുക്ക് ആവശ്യമുള്ള കാരണമല്ലോ നമ്മൾ വരുന്നത്. ചേട്ടൻ, അതുപോലെ തന്നെ പുലികളെ അണിയിച്ചൊരുക്കുന്നവർക്ക് അവർ പ്രത്യേക ഒരു കഴിവാണ്. വരച്ച് അണിയിച്ചൊരുക്കുക എന്ന് പറയുന്നതും ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. നമുക്ക് അതിനെ ചെയ്യുന്ന ആളോട് തന്നെ, അല്ലെ അതിൻ്റെ ഒരു കലാകാരനോട് ചോദിക്കും. ചേട്ടാ, എത്ര നാളായി നമ്മളിങ്ങനെ വരയൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 15 വർഷം കഴിഞ്ഞു. 15 വർഷമായി. പതിവായിട്ട് നമ്മളിത് ചെയ്യുന്നതാണ്. ഇന്ന ദേശമൊന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് ദേശം ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ പല ദേശങ്ങളും നമ്മൾ ചെയ്യും. നമുക്ക് ജോലിയല്ല മുഖ്യം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്ഷൻ കാണിക്കാത്തേ. ഈ പുലികളി സംഘങ്ങൾക്കുള്ള പണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയൊക്കെ വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറില്ല. ചെയ്യേണ്ടതല്ല അവർ. ഏത് സർക്കാരായാലും ചെയ്യേണ്ട കാര്യങ്ങളല്ലത്. അതായത് പുലികൾ എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ആർട്ടാണ് ശരിക്കും. ഈ തൃശ്ശൂരിൻ്റെ ട്രഡീഷണൽ ആർട്ടിന് കുറേ കാലങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടൂറിസത്തിൻ്റെ പണം കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഈ പുലി സംഘങ്ങളെ ബാധിക്കുമല്ലോ ശരിക്കും. അത് എത്ര ലക്ഷങ്ങളോളം ചിലവുള്ള ഇതിന് ഇങ്ങനെ ചെയ്തുവെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്.
തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു ഇവിടെ മറ്റൊരു കലാകാരനും കൂടെ പുലിനെ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ്. ഇതിൽ ഏതൊക്കെ ചായങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിൽ എല്ലാ കളറുകളും വരും. റെഡ്, ഓറഞ്ച്, യെല്ലോ, ലെമൺ യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, മെറൂൺ, പിങ്ക് എല്ലാതും വരും. ഇതിലിപ്പോൾ ഈ പറയുന്ന പിങ്ക് ഒഴികെ ബാക്കി എല്ലാ കളറും ഉണ്ട്. എത്ര വർഷമായിട്ട് നമ്മളിത് ചെയ്യുന്നത്? പതിവായിട്ട് ചെയ്യുന്നതാണോ? ഈ ഒരു ദേശത്തോടുള്ള ഇത് വെച്ചിട്ടാണോ, അതോ നമ്മളിത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്? ഭാഗമായിട്ട് ഒരു 15 വർഷത്തോളം 2010-11 മുതൽ ഒരു ഫീൽഡിൽ ഉണ്ട്. 8 വർഷക്കാലമായിട്ട് ഈ പ്രവൃത്തി നമ്മളുണ്ട്. ഉണ്ട്. തീർച്ചയായിട്ടും അവർ ജോലിയുടെ ഭാഗമാണ്, ഒപ്പം തന്നെ ആവേശമാണ്, ഒരു നാടിൻ്റെ ഒരു ആഘോഷമാണ്. അങ്ങനെ എല്ലാ തരത്തിലും അതിലൊപ്പം നിൽക്കുന്നു, അതിനൊപ്പം ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഈ സീതാറാമിൽ ദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പെൺപുലികളുള്ള ഒരു ദേശം കൂടിയാണ്. അപ്പോൾ അവർ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഇവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവർ പെൺപുലി അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുലിമടയിൽ നിന്ന് വിട്ടിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കൂടി കാണാം. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമുക്കിപ്പോൾ ഒരു പെൺപുലി കൂടി ചേരുകയാണ്. എത്ര വർഷമായിട്ട് നമ്മൾ വേഷം ഇടുന്നുണ്ട്? 3ാമത്തെ വർഷം. എത്രത്തോളം ആവേശമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും? പത്തനംതിട്ടല്ല, ഞാൻ ഇവിടുത്തെ തന്നെ 20 വർഷമായിട്ട് തൃശ്ശൂർ തന്നെയാണ്, ചാലക്കുടിയിലാണ് എൻ്റെ വീട്. ഒരുപാട് സന്തോഷം. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനിയൊന്ന് വേഷം ഇടാനായിട്ട്. ഇത് എത്രാമത്തെ വർഷമാണ്? 3. തീർച്ചയായിട്ടും 3ാമത്തെ വർഷമാണ് അവർ ഈ ഒരു പതിവായിട്ടുള്ള വേഷം ഇടുന്നത്. ഒരു ആവേശമാണ്, ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിൻ്റെ ഭാഗത്തുമായിട്ട് ചേരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ താമസിക്കുന്നു, തൃശ്ശൂരിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു തൃശ്ശൂരുകാരി എന്നുള്ള നിലയിൽ കൂടി ഈ ഒരു ആഘോഷത്തിൽ പങ്കാളിയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് നിമിഷയും പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സീതാറാം ദേശത്തെ ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെയുള്ള പുള്ളികളുടെ ഒരു അണിയിച്ചൊരുക്കലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകാം. മിഥുൻ, അവിടെ ഈ കുടവയർ ഉള്ളവർ മാത്രമല്ല പുലികൾ, 6 പാക്ക് ഉള്ള പുലികളുണ്ട്. ഒപ്പം പ്രായഭേദമന്യേ നിരവധി പുലികളെ നമുക്ക് കാണാം. എങ്ങനെയാണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ? പുലിമട ഇങ്ങനെ ഒരുങ്ങി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അയ്യന്തോൾ അയ്യന്തോൾ ദേശത്തിൻ്റെ പുലിമടയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ പുലികളൊക്കെ ഇങ്ങനെ പല ഘട്ട പെയിൻറ്റിങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പുലർച്ചെ 3 മണിക്കൊക്കെ ആരംഭിച്ച ഈ ചമയമെഴുത്താണ് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെ ആണ് ഓരോ പുലിയുടെയും ഒരുക്കം എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലാണ്. കാരണം പല ഘട്ടങ്ങളായി ആദ്യം ശരീരം ഒരുക്കി, അതിനുശേഷം ഈ മെയ്യെഴുത്തുകളെല്ലാം തന്നെ നടത്തി, അങ്ങനെ പെയിൻറ്റിങ് എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ തിരക്കിലാണ് എന്നറിയാം. ഈ പെയിൻറ്റുകളെ കുറിച്ചൊന്ന് പറയാമോ? ഇതിപ്പോൾ ഏത് പുലിക്കുള്ള പറയുകയാണ് ആണല്ലേ? ഓക്കെ, അദ്ദേഹമാണ് മെയിൻ പെയിൻറ്റിങ്ങിൻ്റെ ആളെന്നാണെന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊന്ന് പറയൂ. എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇവർക്ക് ഇണങ്ങുന്ന പോലെ ആവണമല്ലോ, ഈ ബോഡി ഷേപ്പ്, വയറിൻ്റെ വലുപ്പം, നിറം, എങ്ങനെയാണ് അതിലൊക്കെ ഒരു വയറിനെ ഇത് കരിമ്പുലി, ഇത് സാധാരണ വരയമ്പുലി എന്നൊക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുക്കുന്നത് കമ്മിറ്റിക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ഇത്ര പുള്ളിപ്പുലി, ഇത്ര വരയമ്പുലി, ഇത്ര കറുത്ത പുലി, എന്താ പറയുക, പിന്നെ കളറ് പലതരത്തിലുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ കാണുമ്പോൾ അവർ പറയും ഇങ്ങനെ ഈ വയറുമ്മ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. പിന്നെ നമ്മൾ വരയ്ക്കുന്നവർക്ക് ചില ഈ വയറ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഫിഗർ ആ നാക്ക് ക്ലിക്ക് അതുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ ഈ അരച്ചുണ്ടാക്കുന്ന ഇതാണല്ലേ ഇനാമൽ പെയിന്റ് ആണെന്ന്? അതെ, ഇനാമലല്ല, ഇനാമൽ ഇതിൽ ചേർക്കില്ല. ഇനാമൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ദോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഷം ഇറക്കുമ്പോൾ, അതായത് നമ്മൾ കഴുകി കളയില്ലേ, അത് എളുപ്പത്തിൽ പോവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെമ്പറ പൗഡർ വാർണിഷിൽ മിക്സ് ചെയ്ത് അത് അരച്ച് എടുത്തിട്ട് ടർപ്പൻ്റൈൻ അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് ലൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ചെയ്യും. ഈ സാധാരണ പെയിൻറ് ചെയ്യുന്ന ആളുകൾക്കും പറ്റത്തില്ല. കാരണം ഇതിനൊരു സാധാരണ ഒരു പ്രതലത്തിൽ വരയ്ക്കുന്ന പോലെയല്ലോ ബോഡി ആർട്ട് എന്ന് പറയുന്നത്. ഒരു വേറൊരു ആർട്ട് മേഖല കൂടിയാണല്ലോ ഈ ബോഡി ആർട്ട് എന്ന് പറയുന്നത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വരയ്ക്കുമ്പോൾ കൈ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
പുലിമടകളിൽ നിന്നായി 450-ലേറെ പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി നഗരത്തിലേക്ക് ഇറങ്ങുക. നമുക്ക് ഒപ്പം വിവരങ്ങളുമായി ചേർന്നത് അരുണാലത്തൂരും സാനുക്കെ സജീവും മിഥുൻ അയ്യപ്പനുമാണ്. ഒപ്പം നമ്മുടെ പ്രേക്ഷകരുടെ കമൻസിലേക്ക് കൂടി പോവുകയാണ്. മോഹൻദാസ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പൂരം പോലെയാണ് പുലികളിയും. എല്ലാവർക്കും സ്വാഗതം. ഒപ്പം തന്നെ ജനം TV അവതാരകർ വരുന്നില്ലേ, അവിടേക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ 3 പുലിക്കുട്ടികൾ അവിടെ ഉണ്ട്. ഒപ്പം മനീഷ് പറയുന്നുണ്ട്, പുലിക്കളിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല മനീഷ്, പോകുന്നില്ല. ഒപ്പം നമ്മുടെ ബിലു പറയുന്നുണ്ട്, ജനത്തിൻ്റെ മുഖമായ ടിൻറ്റുവിന് ഇപ്പോൾ ലൈവ് റിപ്പോർട്ടിലൊന്നും കാണുന്നില്ലല്ലോ, അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഹായ് പറയണേ, കം ബാക്ക് ടിൻറ്റു, വി ആർ മിസ് യു എന്ന്. എന്തായാലും ടിൻറ്റു ഇപ്പോൾ ബ്യൂറോയിലല്ല, ഡെസ്കിൽ നമുക്കൊപ്പമാണുള്ളത്. ടിൻറ്റു നമ്മുടെ ഡെസ്കിൻ്റെ ഒരു ശക്തമായ സ്വരമായി മാറിക്കഴിഞ്ഞു. എന്തായാലും തൽക്കാലം ടിൻറ്റു നമുക്കൊപ്പം ഉണ്ടാകും. പമ്പയാറ്റിലെ ജലപൂരത്തിന് ഒരു നാൾ കൂടി മാത്രമാണ് ഇനി ഉള്ളത്. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നാളെയാണ്. 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ മാറ്റുരയ്ക്കുക. എന്തായാലും നാളെ നമ്മുടെ ടീം അവിടെ സജീവമായിരിക്കും. PR ഗോകുൽ ഉണ്ടാകും, അരുൺ കൊടുങ്ങൂരൊപ്പം ഗൗതം ആനന്ദനാരായണനും ഉണ്ടാകും. ഗൗതം ഡെസ്കിൽ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവർ നൽകും. പമ്പയാറ്റിലെ ജലപൂരത്തിനാണ് നാളെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നാളെ നടക്കും എന്നുള്ളതാണ്. 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ മാറ്റുരയ്ക്കുക. പത്തനംതിട്ടയിൽ നിന്ന് PR ഗോകുൽ, അരുൺ കൊടുങ്ങൂർ, ഗൗതം അനന്തനാരായണൻ എന്നിവരാണ് നമുക്കിപ്പം ചേരുന്നത്. ഗൗതമിലേക്കാണ് ആദ്യം പോകുന്നത്. ഗൗതം, വലിയ ആവേശത്തിലായിരുന്നു ഇവിടെ നിന്ന് പുറപ്പെട്ടത്. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ? രാഖി, ഞങ്ങൾ 3 പേരും ഇപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലെ സത്രക്കടവിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, പമ്പാ നദി ഇങ്ങനെ ഒഴുകുകയാണ്. ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. കാരണം ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വള്ളസദ്യ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 2 മാസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങൾ തൊട്ടടുത്തുള്ള ആറന്മുള ക്ഷേത്ര സന്നിധിയിലാണ് നടക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സത്രക്കടവിൽ ഈ ഫിനിഷിംഗ് പോയിന്റിലാണ്. ഇവിടെയാണ് നാളെ ഉച്ചതിരിഞ്ഞ് ഉത്രട്ടാതി ജലമേള ആരംഭിക്കുമ്പോൾ ഈ പള്ളിയോടങ്ങളുടെ മത്സരവും അതുപോലെ തന്നെ ജലഘോഷയാത്രയും ഒക്കെ അവസാനിക്കുന്നതും ഘോഷയാത്രയുടെ തുടക്കവും ഒക്കെ ഇവിടെയാണ്. ഒപ്പം വൈകുന്നേരം മന്നം ട്രോഫിയിൽ ജേതാക്കളാകുന്ന പള്ളിയോടങ്ങൾക്ക് ഈ ട്രോഫി വിതരണം ചെയ്യുന്നതുമെല്ലാം ഈ സത്രക്കടവിലാണ്. എനിക്കൊപ്പം അരുണും അതോടൊപ്പം തന്നെ ഗോകുലുമുണ്ട്. അരുൺ കൊടുങ്ങൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട വള്ളംകളികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നെഹ്റു ട്രോഫി റിപ്പോർട്ട് ചെയ്യാറുണ്ട്, അതോടൊപ്പം തന്നെ ആറന്മുളൻ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു. തീർച്ചയായും രണ്ടും വിഭിന്നമായ രീതിയിലേക്കുള്ള ഒരു മറ്റേ ഒന്ന് ആവേശത്തിലേക്ക് വേഗപ്പോരിലേക്കാണ് എത്തുന്നതെങ്കിൽ ഇത് ആചാര തനിമയോടെ എത്തുന്ന ഒരു വള്ളംകളി. അതുതന്നെയാണ് ആറന്മുളയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമ്മൾ ഇവിടെ നിൽക്കുന്നു. നാളെ ഈ ഒരു സമയത്തേക്ക് ഇവിടെ നിൽക്കുമ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളിൽ എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആവേശത്തിലേക്ക് തന്നെയാണ് ഈ നാടൊന്നാകെ എത്തുക. എന്തായാലും അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോൾ ആലപ്പുഴ വള്ളംകളിയാണെങ്കിലും ഇതാണെങ്കിലും ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അത് ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് കൃത്യമാകുന്ന രീതിയിലേക്ക് ആ തുഴഞ്ഞു വരുന്ന ആ ഭംഗി അത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗൗതമൊക്കെ നാട്ടിലേക്ക് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള ആദ്യ വള്ളംകളിയാണ്. ആ വള്ളംകളി നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അനുഭവം കൂടിയുണ്ടല്ലോ. അതാണ്. പത്തനംതിട്ട ജില്ലക്കാരനാണെങ്കിലും സത്യത്തിൽ ഞാൻ ആറന്മുള വള്ളംകളി ഇതുവരെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അതുപോലെ നമ്മൾ മറ്റൊരു ആളുകൂടെ ഉണ്ട് നമ്മുടേക്ക് ഗോകുൽ തിരിച്ച് ജനം കുടുംബത്തിലേക്ക് എത്തുന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവന്റ് എന്ന് തന്നെ പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ വർഷത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തെ കാണുന്നത്? അത് തന്നെയാണ് ഏറ്റവും ഭാഗ്യം, ഒരു അനുഗ്രഹീതമായിട്ടുള്ള തുടക്കം തന്നെയാണ് കരുതുന്നത്. കാരണം ആറന്മുളയപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്ന് തന്നെ വീണ്ടും ആരംഭിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം. എന്തായാലും നമ്മളെല്ലാം വലിയ ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. ഈ ആറന്മുള എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആരവങ്ങളുടെയൊക്കെ ഒരു നാട്, ഇങ്ങോട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഉത്സവലഹരി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഓണാഘോഷങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുന്നേ തുടങ്ങുന്ന ഓണാഘോഷങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ളത്. അതിപ്പോൾ നാളെ അതിൻ്റെ പരിസമാപ്തി കൂടിയിട്ടാണ്. എന്തായാലും 52 കരകളുടെ 52 പള്ളിയോടങ്ങളാണ് ഈ മാറ്റുരയ്ക്കാനായിട്ട് ഒരുങ്ങുന്നത്. എന്തായാലും നാളെ ഈ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവിടെ മൊത്തം ഒരു അന്തരീക്ഷം, അതായത് വഞ്ചിപ്പാട്ട് ഇങ്ങനെ സദാ അന്തരീക്ഷത്തിൽ മുഴുകി കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. അതൊരു പ്രത്യേക താളം, പ്രത്യേക ഈണം, അതൊരു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലേ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും ആ ഒരു നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ രാവിലെ ഇവിടെ എത്തി. ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ അവസാന ഘട്ടത്തിലാണ്. ഇവിടെ പവലീനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിയോടങ്ങൾ ചിലതൊക്കെ പരിശീലനം നടത്തുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലും അതുപോലെ തന്നെ രാവിലെ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ചേട്ടാ, എങ്ങനെ
എങ്ങനെയാണ് ബാക്കി കാര്യം? അതായത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ട, ഇന്നിപ്പോൾ പള്ളിയോടങ്ങളൊന്നും ഇവിടെ ഇല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ നെഹ്റു ട്രോഫി പോലെ അല്ല. നെഹ്റു ട്രോഫിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് കരകൾ തന്നെ സ്വന്തം കരയിൽ നിന്നുള്ള ആളുകൾ ഭഗവാന്റെ പള്ളിയോടം തുഴയുകയാണ്. അതിനാൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട് ഇവിടെ 1-2 പള്ളിയോടങ്ങളൊക്കെ ഈ കരകളിലുള്ള മല്ലപ്പുഴശ്ശേരിയും അതോടൊപ്പം തന്നെ ഇടശ്ശേരി മലയും അങ്ങനെയുള്ള കരകളിലെ പള്ളിയോടങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ എന്ന് വെച്ചാൽ ബാക്കി പള്ളിയോടങ്ങളൊക്കെ അതാത് കരകളിൽ തുഴച്ചിൽ പ്രാക്ടീസും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കരകൾ തമ്മിലുള്ളൊരു വാശിയേറിയ മത്സരം കൂടിയാണ്. അതിനാൽ ഒരുപക്ഷെ നാളെ കാലത്തൊക്കെ ആകുമ്പോഴേക്കും ഈ പള്ളിയോടങ്ങളെല്ലാം ഇവിടേക്ക് എത്തുകയുള്ളൂ. ഗൗതം വലിയ ആവേശത്തിലാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് പോലും. അതൊരു വലിയ പ്രിവിലേജ് ആണ് അവിടെ പോയി അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഒപ്പം തന്നെ ഗൗതം ഡെസ്കിൽ ഈ വള്ളംകളി അറിയാത്തവർക്കായി ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എന്തായാലും ഗൗതം എങ്ങനെയാണ് അവിടുത്തെ നമ്മൾ എങ്ങനെയാണ് നാളെ നമ്മുടെ ഒരു പ്ലാനൊക്കെ എങ്ങനെയാണ്? നാളെ എന്തായാലും നമ്മൾ പൂർണ്ണ സജ്ജരാണ്. നമ്മുടെ വലിയൊരു സംഘം തന്നെ ഈ വള്ളംകളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണ സജ്ജമാണ്. നമ്മൾ ഇന്ന് മുതൽ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ട് പോകാൻ തോന്നില്ല. ആ പള്ളിയോടൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പള്ളിയോടം ഇവിടെ ഇങ്ങനെ കരയിൽ അടുപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കയറുന്ന ചേട്ടാ, ഈ പള്ളിയോടത്തിൻ്റെ പ്രത്യേകതകൾ പറയാമല്ലോ. അതായത് പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നത് തന്നെ പാർത്ഥസാരഥി കുടികൊള്ളുന്ന, അതായത് പാർത്ഥസാരഥിയുടെ സാന്നിധ്യമുള്ള ഓടം എന്നതാണ് ഈ പള്ളിയോടം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ജലമേളകളുടെ നാടാണ്. നമ്മുടെ സ്വന്തമാണ് വള്ളംകളി എന്ന് പറയുന്നത്. അത് മിഥുന മാസത്തിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ തുടങ്ങി പിന്നീട് നവംബർ മാസം വരെ നീണ്ടു നിൽക്കുന്നതായ നിരവധി വള്ളംകളികളെ പറ്റി നമുക്കറിയാം. പക്ഷേ ആറന്മുളയിലെ ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്ന ഈ കാണുന്ന വള്ളങ്ങളെ മാത്രമാണ് പള്ളിയോടങ്ങൾ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ മാത്രമാണ് ഇത്തരം വള്ളങ്ങൾ ഉള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് പള്ളിയോടം എന്ന് ഉദ്ദേശിക്കുന്നത് പാർത്ഥസാരഥിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പള്ളിയോടങ്ങളുടെ അമരച്ചാർത്ത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവത്തിയിൽ കയറണമെങ്കിൽ മുണ്ടും നേരിലും ഒക്കെ ഉടുത്ത് മാത്രമേ, അല്ലാതെ സാധാരണ കുട്ടനാട്ടിലെ വള്ളങ്ങളിൽ കയറുന്ന ഒരു രീതിയിൽ ഇതിൽ കയറാൻ തന്നെ അനുവദിക്കുകയില്ല. അത്രത്തോളം ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് പള്ളിയോടങ്ങൾ നീങ്ങുന്നതും ആറന്മുളയിലെ ഉത്രട്ടാതി ജലമേള അരങ്ങേറുന്നതുമൊക്കെ. അപ്പോൾ ഭക്തിക്കും അതോടൊപ്പം തന്നെ ഐതിഹ്യത്തിനുമൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നതാണ് ആറന്മുളയിൽ നടക്കുന്ന ഈ ജലമേള എന്നത് തന്നെയാണ് കേരളത്തിലെ മറ്റ് വള്ളംകളികളിൽ നിന്നും ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. അരുൺ ചേട്ടന് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ നെഹ്റു ട്രോഫിയും അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ മറ്റ് വള്ളംകളിയും ഒക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ പള്ളിയോടങ്ങളും അതോടൊപ്പം തന്നെ ഈ മറ്റ് കളിവള്ളങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? തീർച്ചയായും അത് തികച്ചും ഒരു ഭക്തിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. മറ്റൊരു വീറും വാശിയും നിറഞ്ഞ പോരാട്ടം, ആ പോരാട്ടത്തിന് അപ്പുറത്തേക്ക് ഉള്ള ഒരു കോടികൾ ഒരു പോരാട്ടത്തിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഭഗവാനുമായിട്ടുള്ള അചഞ്ചലമായ ഒരു ഭക്തിയുടെ ഒരു വിശേഷം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളിൽ കൃത്യമായി തുഴഞ്ഞു വരിക, ഏറ്റവും ഭംഗിയായി തുഴഞ്ഞു വരുന്ന ആ പള്ളിയോടങ്ങൾ, അങ്ങനെ ഒരു സവിശേഷമായ ഒരു പ്രാധാന്യം ലോകത്തിന് മുന്നിൽ ആറന്മുളയെ അടയാളപ്പെടുത്തിയ ഒരു മഹാവള്ളംകളി. ആ ഒരു വള്ളംകളിക്ക് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു ഓരോ വർഷം കഴിയും തോറും ഏറ്റവും മികവുറ്റ രീതിയിലേക്ക് എത്തിക്കാനും അത് സംഘാടകർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഈ ആറന്മുള വള്ളസദ്യ അതോടൊപ്പം തന്നെ വള്ളംകളി. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും പകരം വെക്കാനില്ലാത്ത, മറ്റൊരിടത്തും ആവർത്തിക്കാൻ കഴിയാത്ത അത്ര സവിശേഷമുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ നടക്കുന്നു. കരക്കാർക്കാണ് ഓരോ കരക്കാരുടെയും അഭിമാനമായ പോരാട്ടം. നാളെയാണ് 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ മാറ്റിവെക്കുന്നത്. അരുൺ കൊടുങ്ങൂർ പറഞ്ഞതുപോലെ, ഗൗതം അനന്തനാരായണനും ഗോകുലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ആചാരങ്ങളുമായി ഇഴചേർന്ന് കിടക്കുന്ന ഉത്രട്ടാതി വള്ളംകളിക്കായി നമ്മൾ കാത്തിരിപ്പിലാണ്. നമ്മുടെ ടീം സജ്ജമാണ്. നാളെ നമ്മൾ ലൈവായി തന്നെ പ്രേക്ഷകരിലേക്ക് ജലമേളയുടെ കാഴ്ചകൾ എത്തിക്കും എന്നുള്ളതാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്തേ.